السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമത്തി കമാ ജാഅ. ഖിയാമത്ത് നാളിൽ മീസാൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കൽ. ആ വിശ്വാസം കമാ ജാഅ, എങ്ങനെയാണ് ഖുർആനിലും ഹദീസിലും വന്നത് അതുപോലെ വിശ്വസിക്കണം. യൂസനുൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അടിമയെ അള്ളാഹു വസ്ന് ചെയ്യും, അവനെ തൂക്കും. ഫലാ യസിനു ജനാഹ ബഊദ, അത് ഒരു ബഊദത്തിന്റെ, ഒരു കൊതുകിന്റെ ജനാഹ്, ഒരു കൊതുകിന്റെ ചിറക് എത്രയാണോ അതിൻ്റെ അത്ര പോലും വിലമതിക്കുകയില്ല എന്നാണ്. അതിൻ്റെ അത്ര പോലും കനം തൂങ്ങുകയില്ല ചില ആളുകളുടെ ശരീരം. വതൂസനു അഅമാലുൽ ഇബാദ് കമാ ജാഅ ഫിൽ അസർ. അപ്പോൾ ഒന്നാമത്തേത് അടിമയെ തന്നെ അള്ളാഹു തൂക്കും. രണ്ടാമത്തേതോ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ട്? മീസാൻ ഉണ്ട് എന്നുള്ളതാണ്. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി വൽ ഇഅറാദു അമ്മൻ റദ്ദ ദാലിക്. വൽ ഈമാനു ബിഹി, അതിൽ വിശ്വസിക്കണം. വത്തസ്ദീഖു ബിഹി, സത്യപ്പെടുത്തണം. വൽ ഇഅറാദ് അമ്മൻ റദ്ദ ദാലിക്. ഇഅറാദ് എന്ന് പറഞ്ഞാൽ പിന്തിരിയ. എന്തിനെ തൊട്ട്? അമ്മൻ റദ്ദ ദാലിക, അത് ആരാണോ നിഷേധിച്ചത് അവനെ തൊട്ട് നമ്മൾ പിന്തിരിയണം. വതർക്കു മുജാദലതിഹി, അത്തരം ആളുകളോട് തർക്കിക്കുന്നതും ഒഴിവാക്കണം. അപ്പൊ മീസാനിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മീസാനിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങൾ എത്രയുള്ളത്? 6 ഈമാൻ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈമാനിന് 70-ൽ പരം ശാഖകൾ ഉണ്ട് എന്നാണ്. അർക്കാനുൽ ഈമാനാണ് എത്ര? 6. ഈമാനിന്റെ റുക്നുകളാണ്, സ്തംഭങ്ങളാണ് 6. ബാക്കിയെല്ലാം ഈമാൻ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈമാൻ കാര്യം എന്ന് പറയുമ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യും? ഉൾപ്പെടും. അപ്പൊ മീസാനിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ് മീസാനിൽ വിശ്വസിക്കുക. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അപ്പൊ അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മീസാനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അന്ത്യനാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപത്തിലാണ് വിശ്വാസം. ഒന്ന് മൊത്തത്തിൽ വിശ്വസിക്കുക, അന്ത്യനാൾ എന്നത് ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കുക. രണ്ടാമത്തേത് ഈമാനുൻ മുഫസ്സൽ. 2 രൂപത്തിലുള്ള വിശ്വാസം ഉണ്ട്. ഒന്ന് ഈമാനുൻ മുജ്മൽ, 2 ഈമാനുൻ മുഫസ്സൽ. ഈമാനുൻ മുജ്മൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അന്ത്യനാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ഓരോന്നിലും വിശ്വസിക്കുക. അന്ത്യനാളിൽ എന്തൊക്കെ നടക്കും ആ പറഞ്ഞതിലൊക്കെ വിശ്വസിക്കുന്നതിനാണ് ഈമാനുൻ മുഫസ്സൽ എന്ന് പറയുക. അപ്പൊ ഇവിടെ മീസാനിനെ നിഷേധിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് മുഅ്തസിലാക്കൾ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? മീസാനിനെ നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് മീസാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഹഖീഖത്ത് യഥാർത്ഥമായിട്ട് മീസാനില്ല. പക്ഷെ അത് ഉദ്ദേശിക്കുന്ന എന്താ? അള്ളാഹു നീതിയിൽ നടപ്പിലാക്കും എന്നതേ ഉദ്ദേശമുള്ളൂ. മറിച്ച് എന്തില്ല, അവിടെ യഥാർത്ഥ മീസാനൊക്കെ വെക്കും എന്ന് അർത്ഥമാക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അഹ്ലുസുന്ന പറയുന്നതോ അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, വൽ ഈമാനു ബിൽ മീസാനി യൗമൽ ഖിയാമത്തി കമാ ജാഅ. എങ്ങനെയാണ് വന്നത് അങ്ങനെ വിശ്വസിക്കണം. അപ്പോൾ മീസാൻ ഉണ്ട്, അതിനെന്തുണ്ടാവും? 2 കിഫത്ത് ഉണ്ടാകുന്നതാണ്. 2 കിഫത്ത് ഉണ്ടാകും, ഒരു ലിസാനും അതിനുണ്ടാകും. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ. ഖിയാമത്ത് നാളിൽ നമ്മൾ എന്ത് ചെയ്യും? മീസാൻ സ്ഥാപിതമാക്കും. ഒരു നഫ്സും ആക്രമിക്കപ്പെടൂല എന്നാണ്. ഒരു നഫ്സിനും അള്ളാഹു ളുൽമ് ചെയ്യുകയില്ല. ചില ഹദീസിൽ വന്നിട്ടുണ്ട്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. മീസാനിൽ ഭയങ്കര കനം തൂകുന്ന ചില വാക്കുകളുണ്ട്. ഹബീബതാനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി മീസാനിന്റെ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു മീസാനാണോ ഉണ്ടാവുക, അതല്ല ഒരുപാട് മീസാൻ ഉണ്ടാകും? അതാണ് ഒന്നാമത്തെ മസ്അല. ആയത്തിന് പറഞ്ഞത് വനലഉൽ മവാസീൻ എന്നാണ്. വനലഉ അൽ മവാസീൻ, മീസാനിന്റെ ജംആണ് എന്ത്? മവാസീൻ. അപ്പൊ അവിടെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരുപാടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ മീസാനാണ് ഉള്ളത്. അതിൽ ശരിയായ അഭിപ്രായം ഒറ്റ മീസാനാണ് ഉണ്ടാവുക, എല്ലാവർക്കും ഒരു മീസാനാണ് ഉണ്ടാവുക. പിന്നെ എന്തുകൊണ്ട് മവാസീൻ എന്ന് പ്രയോഗിച്ചു? മവാസീൻ എന്ന് പ്രയോഗിക്കാൻ കാരണം ഒരുപാട് ആളുകളുടെ അമലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? തൂക്കുന്നുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് മവാസീൻ എന്ന് പ്രയോഗിച്ചത്. ഒറ്റ മീസാനാണ് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. രണ്ടാമത്തേത് എന്താണ് അള്ളാഹു തൂക്കുക എന്നാണ്. മീസാനിൽ എന്താണ് അള്ളാഹു തൂക്കുക? അപ്പൊ അതില് ഒരുപാട് തെളിവുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ തെളിവുകൾ വ്യത്യസ്തമായ തെളിവുകളാണ് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ വഖൗലുഹു അതഅജബൂന മിൻ ദിഖ്ഖതി സാഖിഹി ഫഹിയ ഫിൽ മീസാനി അസ്ഖലു മിൻ ജബലി ഉഹദിൻ. ഒരു സഹാബി മരം കയറുന്ന സന്ദർഭത്തിൽ ആ സഹാബിയുടെ കണങ്കാല് കാണും മറ്റു സഹാബാക്കൾ, ചെറിയ കണങ്കാലാണ്. അത് കണ്ടിട്ട് എന്ത് ചെയ്യും? ചിരിക്കും സഹാബാക്കൾ. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ അദ്ദേഹത്തിന്റെ കണങ്കാല് നോക്കിയിട്ട് ചിരിക്കുകയാണോ? മീസാനിൽ ഉഹദ് പർവ്വതത്തെക്കാളും കനം തൂങ്ങും അദ്ദേഹത്തിന്റെ ആ കണങ്കാല് എന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ശരീരം എന്നെന്തെയും തൂക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുക. രണ്ടാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ഹദീസ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ എന്ന് തുടങ്ങുന്ന ഹദീസ്. അതിൽ നിന്ന് എന്താ മനസ്സിലാകുക? അമലുകളും തൂക്കപ്പെടും, അമലുകളും തൂക്കപ്പെടും. ഒന്നാമത്തേത് ആമിൽ, ആ ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തേത് അമൽ. മൂന്നാമത്തേത് അവന്റെ സഹഫുകളും തൂക്കപ്പെടും. അവനൊരു ഏട് കൊടുക്കും, അവന് ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഏടുണ്ടാകും, ആ ഏടും തൂക്കപ്പെടും. അതിന് തെളിവായിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഹദീസുൽ ബിതാഖ എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ഹദീസുൽ ബിതാഖ വളരെ പ്രശസ്തമായ ഹദീസാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരും, അള്ളാഹു ഹിസാബ് ചെയ്യാൻ. അപ്പൊ അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കും, നീ വല്ല നന്മകളും ചെയ്തിട്ടുണ്ടോ? അപ്പൊ പറയും, ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. ഒരു നന്മയും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഏടുകൾ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുന്നതാണ്. 99 ഏടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. 99 ഏടുകൾ. മദ്ദൽ ബസർ എന്നാണ് ഹദീസിൽ പ്രയോഗിക്കുന്നത്. ആ 99 ഏടുകൾ നമ്മൾ നിവർത്തിയാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എവിടെയാണോ അവസാനിക്കുന്നത് അതുവരെ എന്ത് ചെയ്യുന്നുണ്ട്? നീണ്ടു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു നന്മയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന്, ഒരു നന്മയും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ, ആ വ്യക്തി ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അള്ളാഹ് ഓരോന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നശിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നും. അപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുക? ഒരു ബിത്താക്ക കൊടുക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ ഒരു ബിത്താക്ക കൊടുക്കും. ആ ബിത്താക്ക എന്ത് ചെയ്യും? ഒരു ത്രാസിലും 99 ഏടുകൾ മറു ത്രാസിലും വെക്കും. ആ സമയത്ത് ഇദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ബിത്താക്ക കൊണ്ട് എന്താണ് എനിക്ക് ലഭിക്കുക എന്നുള്ളത്. പക്ഷെ ആ ബിത്താക്ക എന്ത് ചെയ്യും? കനം തോന്നുന്നുള്ളതാണ്. ബാക്കി 99 ഏടുകളും അവിടെ നിൽക്കും. അതാണ് തൗഹീദിന്റെ പ്രാധാന്യം, അതാണ് തൗഹീദിന്റെ ഫദ്ല് എന്നാണ് ഉലമാക്കൾ അതിൽ നിന്ന് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിന്റെ മശിയത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കെത്തും, സ്വർഗത്തിലേക്ക് എത്തും. പക്ഷെ തൗഹീദ് എന്തല്ല, ഒരുപാട് തിന്മകൾ ചെയ്യാനുള്ള ഒരു കാരണമല്ല. മറിച്ച് അവിടെ എന്തുകൊണ്ടാണ്? തൗഹീദ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരിക്കലും ഒരു മുവഹിദിന് അള്ളാഹു എന്ത് ചെയ്യൂല? നരകത്തിലിട്ട് ശാശ്വതമായി നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. കാരണം അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പൊ ആ വ്യക്തിയെ അള്ളാഹുവിന്റെ ഹക്കാണ്, അള്ളാഹു ബാധ്യതയായി സ്വീകരിച്ചതാണ്. അവൻ എന്ത് ചെയ്യൂല? നരകത്തിൽ ശാശ്വതനാക്കുകയില്ല എന്നത്. അപ്പോ എന്തൊക്കെയാണ് തൂക്കപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമിൽ, അമൽ, സഹീഫത്ത്, ഈ മൂന്നെന്തെയും തൂക്കപ്പെടും. സഹീഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏടുകൾ, അവർക്ക് നൽകപ്പെടുന്ന ആ ഏടുകളും തൂക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അമലുകൾ അതേപോലെ തന്നെ ആ വ്യക്തിയെയും തൂക്കുന്നുള്ളതാണ്. ഇനി അടുത്തൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, അമലുകൾ തൂക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മുസ്ലിമിന്റെ ചിത്രമാണ്. എന്നാൽ അവിശ്വാസിയുടേതോ? അവിശ്വാസിയുടെ അമലുകൾ തൂക്കപ്പെടും.
അവിശ്വാസിക്ക് അമലുകൾ തൂക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവിശ്വാസിക്ക് ഹിസാബ് ഉണ്ടാവുമോ, വിചാരണ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ശരിയായ അഭിപ്രായം ആ വിഷയത്തിൽ പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് ആ അവിശ്വാസിയുടെ നന്മയും തിന്മയും എത്ര എന്ന് നോക്കാനുള്ള രൂപത്തിലുള്ള ഹിസാബ് എന്ത് ചെയ്യൂല, നടക്കൂല. കാരണം നന്മ ഉണ്ടോ? നന്മയില്ല, തിന്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിചാരണ, അങ്ങനെയുള്ള ഒരു മീസാൻ എന്തില്ല, അവിടെ ഇല്ല. പക്ഷേ ഒരു മീസാൻ ഉണ്ട്. ഓന്റെ കുഫറിന്റെ ദറജ എത്രയാണ് എന്ന് പരിശോധിക്കും. ഓന് എത്രത്തോളം അള്ളാഹുവിനെ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഫിർഔനിനെ ശിക്ഷിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരായ വിശ്വാസി ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, അത് അനീതിയാണ്, അത് അനീതിയിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ അവന്റെ കുഫറിന്റെ ദറജ എത്ര എന്ന് കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹു അവന്റെ കുഫറിനെ അളക്കും എന്നുള്ളതാണ്. അവന്റെ കുഫറിനെ അളക്കും. അപ്പൊ ഏതെല്ലാം ഒരു മുഅ്മിനിന് നന്മയും തിന്മയും ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, മീസാനിലിടുക. അതുപോലെയുള്ളത് ഒരു അവിശ്വാസിക്കില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പ്രബലപ്പെടുത്തുന്ന അഭിപ്രായം. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ. അവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുന്ന ആളുകൾ, സിദ്നാഹും അദാബൻ, അവർക്ക് നാം ശിക്ഷ ചെയ്യും, വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കുഫാറുകൾക്ക് അവരുടെ തിന്മയുടെ തോത് എത്ര എന്നതിനെ തിരിച്ചറിയുന്ന രൂപത്തിലുള്ള മീസാനുകൾ, ഹിസാബുകൾ, വിചാരണകൾ അവർക്ക് ഉണ്ടാകുന്ന. മീസാൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വളരെ പേടിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അഖീദയുടെ വിഷയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുകൂടി നമ്മൾ ആ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിആയിഷത വഖദ് റആഹാ തബ്കി ഫഖാല മാ യുബ്കീകി. ആയിഷ റളിയല്ലാഹു അൻഹ കരയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് ആയിഷ നീ കരയുന്നത്? ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ദക്കർതു നാറ ഫബകൈതു, ഞാൻ നരകത്തെക്കുറിച്ച് ആലോചിച്ചു, ഞാൻ എന്നിട്ട് കരഞ്ഞുപോയി. നാം ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലേ താങ്കളുടെ കുടുംബക്കാരെ ഓർക്കുമോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഐ ഹൽ യതദക്കറു അഹദുൻ അഹ്ലഹു യൗമൽ ഖിയാമ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. മൂന്നവസ്ഥയിൽ ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല എന്നാണ്. ഒരാളും മറ്റൊരാളുടെ വിഷയം ഓർക്കുക പോലുമില്ല. ഒന്നാമത്തെ അവസ്ഥ, ഇൻദൽ മീസാനി ഹത്താ യഅലമ അയഖിഫു മീസാനുഹു ഔ യസ്കുൽ. മീസാനിന്റെ സന്ദർഭം, അവൻ ഇങ്ങനെ ആ മീസാൻ നോക്കിയിട്ട് നിൽക്കുന്നതാണ്. ഇത് കൂടാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? ഒരാളും ഒരാളുടെ അവസ്ഥയെക്കുറിച്ചും ആലോചിക്കുകയില്ല. രണ്ടാമത്തേത് ഇൻദൽ കിതാബ്, അള്ളാഹു കിതാബ് കൊടുക്കും. ഹാ ഉമുഖറഉ കിതാബിയ, ഇതാ നിന്റെ കിതാബ്, നീ വായിച്ചു കൊള്ളുക. ഹത്താ യഅലമ ഐന യഖഉ കിതാബുഹു അഫി യമീനിഹി അം ഫി ശിമാലിഹി അം മിൻ വറാഇ വഹ്രിഹി. വലത്തെ കയ്യിലാണോ ഇടത്തെ കയ്യിലാണോ അതല്ല പിൻഭാഗത്തിലൂടെയാണോ കിതാബ് എനിക്ക് ലഭിക്കുക എന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ആലോചിക്കുകയില്ല. മൂന്നാമത്തേത് വഇൻദ സിറാത്തി ഇദാ വുളിഅ ബൈന ലഹ്റൈ ജഹന്നം, സിറാത്തിന്റെ സന്ദർഭം. ആ സിറാത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ വീഴുമോ ഇല്ലേ എന്ന പേടിയാണ്. ഈ മൂന്നവസ്ഥയിൽ ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല. അതിൽപ്പെട്ടതാണ് മീസാനിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങളിൽ അധികവും നമ്മൾ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കണം. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ, സുന്നത്തുകളിൽ ഇങ്ങനെ മുഴുകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീസാനിൽ എന്ത് ചെയ്യും, കനം തൂങ്ങുന്നുള്ളതാണ്. അല്ല എങ്കിൽ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു സ്വഹാബി, അദ്ദേഹത്തിന് ഒരു അടിമ ഉണ്ടായിരുന്നു എന്ന്. അദ്ദേഹം ആ അടിമയെ അടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോവുകയാണ്. റസൂലിനോട് പറഞ്ഞു, ഞാനിങ്ങനെ അടിമയെ അടിച്ചിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ ഈ അടിമ നിനക്ക് നാളെ ഖിയാമത്ത് നാളിൽ അനുകൂലാകും, അതായത് നിന്നോട് ചേർന്ന് നിന്നിട്ട് നിനക്ക് സപ്പോർട്ടായിരിക്കും ഉണ്ടാകുക. അതല്ലെങ്കിലോ നിനക്ക് പ്രതികൂലമാകും, നിനക്കെതിരെയായിരിക്കും ഈ അടിമ ഉണ്ടാകുക. കാരണം നീ എന്ത് ചെയ്തിട്ടുണ്ട്, നീ അടിച്ചത് ആ അടി കിട്ടേണ്ടതല്ല എങ്കിൽ, അതല്ലെങ്കിൽ കിട്ടേണ്ട തോത് എത്രയാണോ അതിനേക്കാളും അപ്പുറമാണ് നീ അടിച്ചതെങ്കിൽ നിനക്കെതിരെയാണ് ഈ അടിമ. അതല്ല എങ്കിലോ നിനക്ക് അനുകൂലമായിരിക്കും അടിമ. ഇത് പറഞ്ഞപ്പോൾ ആ സഹാബി കരഞ്ഞു എന്നാണ്. ആ സഹാബി എന്നിട്ട് പറയാണ്, നാളെ ഈ അടിമ എനിക്ക് പ്രതികൂലമാകുമല്ലോ, അനുകൂലമാകണ്ട, എനിക്ക് പ്രതികൂലമായി കഴിഞ്ഞാൽ അത് നഷ്ടമല്ലേ എനിക്ക്, പിന്നെ ഞാൻ എന്തിനാണ് അതിന് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അടിമയെ മോചിപ്പിച്ചു എന്നാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്തത്
ഞാൻ എന്തിനു വെറുതെ എൻ്റെ മുതുകിൽ താങ്ങി നടക്കണം എന്നാലോചിച്ച് അടിമയെ മോചിപ്പിച്ചു. കാരണം പേടിയാണ്, നമുക്ക് താങ്ങാൻ സാധിക്കാത്തത് എന്തിനു വെറുതെ താങ്ങണം, നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുപോലും എന്നോട് അള്ളാഹു ചോദിക്കും എന്ന് പേടിച്ചുകൊണ്ട് യജമാനനായ ഒരാൾ അടിമ എന്ത് ചെയ്യാണ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മോചിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടതുണ്ട്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ അമൽ ഏതാണ്? ഏറ്റവും ഉത്തമമായ അമല് തൗഹീദ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിസ്കാരം, പിന്നെ നോമ്പ്. ഏറ്റവും ഫضലുള്ളത് നിസ്കാരം, ഏറ്റവും ഫضലുള്ളത് നിസ്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലുൽ അഅമാൽ, ഏതാണ് ഏറ്റവും നല്ല അമലുകൾ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ കൊടുത്ത മറുപടി നിസ്കാരാണോ? നിസ്കാരം മാത്രമാണോ കൊടുത്തത്? വ്യത്യസ്ത ഉത്തരങ്ങളാണ് കൊടുത്തത്. ഒരു സമയത്ത് പറഞ്ഞു അസ്വലാത്തു അലാ വക്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കലാണെന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദ് ചെയ്യലാണെന്ന് പറഞ്ഞു. ഓരോ സന്ദർഭത്തിലും റസൂൽ കൊടുത്ത മറുപടി ഓരോന്നാണ്, ഒരു മറുപടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അപ്പൊ അമലുകളിൽ ഏതാണ് ഉത്തമമായ അമല് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ 3ഓളം അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അഭിപ്രായത്തിൽ പറയുന്നത് നഫ്സിന് ഭയങ്കര പ്രയാസം തോന്നുന്ന അമലുകൾ ഉണ്ടാകും, അതാണ് ഏറ്റവും ഉന്നതമായ അമൽ എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാറും. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അമലിൽ വ്യത്യാസം ഉണ്ടാകും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞു, ആ സന്ദർഭത്തിൽ അവൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമൽ ഏതാ? നിസ്കാരത്തിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് റമദാൻ മാസത്തിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവന് ദിക്റുകൾ ചൊല്ലാം, അറിവ് പഠിക്കാം, ഇതൊക്കെ എന്ത് ചെയ്യാം, അവന് ചെയ്യാം. എന്നാൽ അറിവ് പഠിക്കുന്നതാണോ ഉത്തമം, അതല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാണോ ഉത്തമം? റമദാൻ മാസം ഖുർആൻ പാരായണം ചെയ്യലാണ്. അപ്പൊ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് എന്ത് ചെയ്യും, ഇബാദത്തുകളുടെ ഫضല് മാറും. അപ്പൊ അവിടെ ഏതാണ് ഏറ്റവും ഫضല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിനനുസരിച്ച് അത് മാറും. നിസ്കാരത്തിന്റെ സമയത്താകുമ്പോൾ നിസ്കാരാകും, നോമ്പിന്റെ സമയത്താകുമ്പോൾ അത് നോമ്പാകും. ഒരു അതിഥി വീട്ടിലേക്ക് വരികയാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിൽ കൊണ്ടുവന്ന മറുപടിയാണ്. ഒരു അതിഥി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോമ്പുണ്ട്, ഏതാണ് ഏറ്റവും ഫضൽ? ഏതാ? ആ നോമ്പ് മുറിച്ച് അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വളരെ രസകരമായ ഒരു പോയിന്റ് ഉള്ളത്, ചില ഇബാദത്തുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ അറിവ് തേടുക എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമായിരിക്കും. എത്ര സമയം അതിൽ ചെലവഴിച്ചാലും ഉണ്ടാവൂല, അവർക്കതൊരു കുറേ സമയം ചെലവഴിക്കുന്നത് പോലെ തോന്നൂല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രബലപ്പെടുത്തുന്ന ഈ അഭിപ്രായമാണ്, സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എന്ത് ചെയ്യും, ഇബാദത്തുകളുടെ ഫضല് മാറും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവിടെ ഈ മൂന്നാമത്തെ അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടത്തിനല്ല ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിന് ആ സന്ദർഭത്തിൽ എന്താണോ തൃപ്തിയുള്ളത് ആ അമലാണ് അവൻ തൃപ്തിപ്പെടുക. അതല്ലാതെ അവന്റെ മനസ്സിന് ചിലപ്പോൾ വേറെ അമല് ചെയ്യാനാ തോന്നുക, പക്ഷെ ആ അമല് പോലും മാറ്റിവെച്ച് എൻ്റെ റബ്ബിന് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം പറയാണ്, ഇയ്യാക നഅ്ബുദു എന്നതിന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്ത് ചെയ്യലാണ്, നിനക്കിഷ്ടമുള്ള ഇബാദത്ത് ചെയ്യലല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ സംഭവിക്കാം, ഓരോ സന്ദർഭത്തിലും നമ്മൾ ഇബാദത്തിലായിരിക്കും, ഓരോ സന്ദർഭം വരുമ്പോൾ ഇബാദത്തിലായിരിക്കും. എന്നാൽ മറ്റേ വ്യക്തിയോ, ഓൻ അറിവിങ്ങനെ തേടിപ്പോകാണ്, അത് കഴിഞ്ഞാലോ ഇബാദത്തിൽ നിന്ന് സ്റ്റോപ്പ് ആകാണ്. എന്നാൽ മറ്റേ വ്യക്തി എന്തില്ല, ഇബാദത്തിൽ നിന്ന് സ്റ്റോപ്പ് ആകലില്ല, ഇങ്ങനെ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും അടുത്ത ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സന്ദർഭവും സാഹചര്യവും നമ്മൾ എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം എന്നുള്ളതാണ്. എവിടെയാണ് ഏറ്റവും നല്ലത്? ചിലയിടത്ത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ഇൽമു നേടുന്നതായിരിക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൽമു നേടേണ്ടി വരും. ചില സന്ദർഭത്തിൽ നമ്മൾ എപ്പോഴും ഓതുന്ന ഖുർആനിന്റെ ചില ശകലങ്ങൾ ഉണ്ടാകാം, അതുപോലും മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നാട്ടിൽ ഒരു വലിയ മാസ് ദഅ്വ പ്രോജക്റ്റ് നടക്കുകയാണ്. അപ്പൊ അന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിനിറങ്ങേണ്ടി വരും. കാരണം അന്ന് ഏറ്റവും സൗകര്യവും അതേപോലെ തന്നെ ഏറ്റവും ഫضല് അതിനായിട്ട് മാറും. അപ്പൊ അങ്ങനെ സാഹചര്യവും സന്ദർഭത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇബാദത്തുകളുടെ ഫضല് മാറും എന്നുള്ളതാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. അതിൽ മൂന്നാമത്തെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല ഇബാദത്ത് എന്നുള്ളത് ദുനിയാവിനോട് വിരക്തി കാണിക്കലാണ് എന്നൊരു അഭിപ്രായവും
ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മീസാനിന്റെ വിഷയം നമ്മൾ നമ്മുടെ അമലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ രൂപത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാളിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളുടെയും ഓർഡർ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ്. ആദ്യം എന്ത്, പിന്നെ എന്ത്, പിന്നെ എന്ത്, എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്, ഗവേഷണം ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും അതിൻ്റെ നിലാമ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ക്രമീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നടക്കുക ഹിസാബാണ്. ആദ്യം എന്ത് ചെയ്യും, വിചാരണ ചെയ്യപ്പെടും. രണ്ടാമത്തേത് തതായുറു സുഹുഫ്, അവൻ ഏടുകൾ നൽകപ്പെടും. മൂന്നാമത്തേതോ മീസാൻ. നാലാമത്തേത് ഹൗല്. അഞ്ചാമത്തേത് സിറാത്ത്. ആറാമത്തേത് ഖൻതറ. അൽ ഖൻതറ എന്ന് പറയുന്നതാണ്. അതായത് സിറാത്ത് കഴിഞ്ഞാലും ചെറിയൊരു പാലുണ്ട് എന്നാണ്. സിറാത്ത് കഴിഞ്ഞാലും ചെറിയൊരു പാലുണ്ട്, അതിനാണ് ഖൻതറ എന്ന് പറയും. സിറാത്ത് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. പിന്നെ ആ ഖൻതറയിൽ എന്താ നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പരസ്പരം തമ്മിൽ എന്തുണ്ടാകും, ചില വിദ്വേഷങ്ങൾ ഉണ്ടാകും, പകകൾ ഉണ്ടാകും, അസൂയകൾ ഉണ്ടാകും. അത് അവിടെ വെച്ച് എന്ത് ചെയ്യും, അള്ളാഹു തീരുമാനാക്കും. അങ്ങനെ ഒക്കെ തീരുമാനമായതിനു ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുപോകുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുക. അതാണ് ആറാമത്തേത്. അപ്പൊ ഈ ഓർഡറിലാണ് ഖിയാമത്ത് നാളിലെ സംഭവങ്ങൾ നടക്കുക. ഇനി ഇതിൽ വ്യത്യസ്തമായ ഓർഡറുകൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതാണ് പ്രബലമായി തോന്നുന്നത്. അല്ലാഹു അഅലം. ചില ഉലമാക്കളൊക്കെ ഇതൊക്കെയാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഹിസാബ്, രണ്ടാമത്തേത് സുഹഫ്, മൂന്നാമത്തേത് മീസാന്, നാലാമത്തേത് ഹൗല്, അഞ്ചാമത്തേത് സിറാത്ത്, ആറാമത്തേത് ഖൻതറ. ആറാമത്തേത് അൽ ഖൻതറ. ഇനി അടുത്തത് മത്നില് വഅന്ന അല്ലാഹ യുകല്ലിമുൽ ഇബാദ യൗമൽ ഖിയാമ ലൈസ ബൈനഹും വബൈനഹു തർജുമാനുൻ വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി വഅന്ന അല്ലാഹ തആല യുകല്ലിമുൽ ഇബാദ്. അല്ലാഹു അടിമകളോട് സംസാരിക്കും. എപ്പോൾ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ലൈസ ബൈനഹും വബൈനഹു തർജുമാൻ, അല്ലാഹുവിന്റെ ഇടയിലും അവന്റെ ഇടയിലും ഒരു തർജുമാനില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കാനുള്ള ഒരു മധ്യസ്ഥനും അവിടെ ഉണ്ടാവുകയില്ല. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അത് നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം, അത് സത്യപ്പെടുത്തുകയും വേണം. അപ്പൊ ആ രംഗം നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരേണ്ട ഒരു രംഗമാണ്. അള്ളാഹുവിനോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക, അള്ളാഹുവിനെ നേരിൽ കാണാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അടുത്തത് വൽ ഈമാനു ബിൽ ഹൗലി, ഹൗലിൽ വിശ്വസിക്കുക. വ അന്ന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗലുണ്ടാകും. തരിദു അലൈഹി ഉമ്മത്തുഹു, ഉമ്മത്ത് എന്ത് ചെയ്യും, റസൂലിന്റെ ഉമ്മത്ത് ഹൗലിലേക്ക് വരും. അർലുഹു മിസ്ലു തൂലിഹി, അതിന്റെ വീതി എന്നത് അതിന്റെ നീളം പോലെ തന്നെയാണ്. അപ്പൊ ഏതായിരിക്കും വീതിയും നീളമൊക്കെ ഒരുപോലെ ആകുകയാണെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കും. മസീറത്ത ഷഹ്രിൻ, ഒരു മാസം സഞ്ചരിക്കണം എന്നാണ്. അതായത് ഒരു മാസം സഞ്ചരിച്ചാൽ എത്ര ദൂരം ഉണ്ടാവും അത്രയും വിശാലാണ് ഹൗൽ ഉണ്ടാവുക. ആനിയതുഹു കഅദദി നുജൂമിസ് സമാ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ ആ നക്ഷത്രത്തിന് തുല്യമാണ് ആ ഹൗലിലുള്ള കോപ്പകൾ, ആ ഹൗലിലുള്ള കോപ്പകൾ. അലാ മാ സഹഹത് ബിഹിൽ അഖ്ബാറു മിൻ ഗൈരി വജ്ഹിൻ, ഒരുപാട് രൂപത്തിൽ ഒരുപാട് റിവായത്തുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ് ഹൗലുമായി ബന്ധപ്പെട്ട വിഷയം. ഹൗലുമായി ബന്ധപ്പെട്ട വിഷയം അവിടെയാണ് ഉലമാക്കൾ പറയുന്നത് ഹൗലിന്റെ വിഷയം എന്നുള്ളത് തവാത്തുറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുത്തവാത്തിറായ സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തവാത്തിറായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാം, ഉദ്ധരിക്കാം. പക്ഷേ ലഫ്ലിലല്ല മുത്തവാത്തിർ സംഭവിച്ചിട്ടുള്ളത്, മഅനയിലാണ്, ആശയത്തിലാണ് മുത്തവാത്തിർ സംഭവിച്ചിട്ടുള്ളത്. ആശയത്തിൽ മുത്തവാത്തിർ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷേ ലഫ്ലുകൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ വ്യത്യസ്തമാണ്. ചിലതിൽ ഹൗലിന്റെ വിശേഷണങ്ങൾ പറയും, ചിലതിൽ ഹൗലിൽ നിന്ന് തടയപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയും. വിദ്അത്ത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, ഹൗലിനെ തൊട്ട് മാറ്റി നിർത്തപ്പെടുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ കാണും, ഉമ്മത്തിനെ കാണും, ഉമ്മത്തിനെ മനസ്സിലാകും. കാരണം മിൻ ആസാരിൽ വുളു, വുളുഇന്റെ അസർ കാരണത്താൽ അവർ റസൂലിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഉമ്മത്തിനെ. അവർ വരുമ്പോഴാണ് എന്ത് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, റസൂലെ താങ്കൾക്കറിയില്ല എന്താണ് താങ്കളുടെ വഫാത്തിന് ശേഷം അവരുണ്ടാക്കി വെച്ചത് എന്ന്. അങ്ങനെ എന്ത് ചെയ്യും, ലിമൻ ബദ്ദല ദീനി, എൻ്റെ ദീനിനെ മാറ്റിമറിച്ച
അള്ളാഹു കൊണ്ടുവന്നത് ഇന്നെ മാറ്റിമറിച്ച ആളുകൾ എന്ത് ചെയ്യണം? അവർ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് അകറ്റും എന്നാണ് ഹൗദിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹൗദ് നമ്മൾ വിശദീകരിക്കണില്ല. ഹൗദിന്റെ വിഷയത്തിൽ പലപ്പോഴായി നമ്മൾ പല ക്ലാസ്സുകളിലും കേൾക്കാറുള്ളതാണ് ഹൗദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് വൽ ഈമാനു ബി അദാബിൽ ഖബർ, ഖബറിലുള്ള വിശ്വാസം. വ അന്ന ഹാദിഹിൽ ഉമ്മ തുഫ്തനു ഫീ ഖുബൂരിഹ, ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും. ഖബറിൽ പരീക്ഷിക്കപ്പെടും എന്നതിന്റെ ഉദ്ദേശം ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കപ്പെടും. വതുസ്അലു അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് ചോദിക്കപ്പെടും. വൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച്. വമൻ റബ്ബുഹു, ആരാണ് റബ്ബ്. വമൻ നബിയുഹു, ആരാണ് നബി. വയഅതീഹി മുൻകറുൻ വനകീർ, മുൻകറും വരും നകീറും വരും. കൈഫ ശാ അല്ലാഹു വ കൈഫ അറാദ, അല്ലാഹു എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അത് നടക്കും. വൽ ഈമാനു ബിഹി, അതിൽ നമ്മൾ വിശ്വസിക്കണം. വത്തസ്ദീഖു ബിഹി, അത് നമ്മൾ സത്യപ്പെടുത്തുകയും വേണം. അപ്പോൾ ഒന്നാമത്തെ വിഷയം അഹ്ലുസുന്ന ഇജ്മാ ഉള്ള വിഷയമാണ്. ഖബറിൽ ചോദ്യങ്ങൾ ഉണ്ടാകും, ഖബറിൽ അനുഗ്രഹം ഉണ്ടാകും, ഖബറിൽ ശിക്ഷയും ഉണ്ടാകും. അഹ്ലുസുന്നയുടെ ഇജ്മാ ആണ്. ഈ വിഷയത്തിൽ ആർക്കും എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. അഹ്ലുസുന്നക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഖബർ ശിക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾ. അപ്പം അവർ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഹദീസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം ഹദീസിലല്ലേ, ഖുർആനിലുണ്ടോ എന്നാണ് എന്ത് ചെയ്യുക? ചോദിക്കുക. ഖുർആനിലുണ്ടോ എന്നാണ് അവർ ചോദിക്കുക. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മറു ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. മറു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാം ഖുർആനിൽ വന്നത് മാത്രമാണോ നിങ്ങൾ സ്വീകരിക്കുക, ഹദീസിൽ വന്നതും നിങ്ങൾ സ്വീകരിക്കൂലേ എന്നാണ് നമുക്ക് ഒന്നാമതായി പറയാൻ പറ്റുക. രണ്ടാമത്തേത്, ഈ ഖബർ ശിക്ഷ നിഷേധിച്ച ആളുകൾ ആരാ? അഹ്ലുസുന്നയിലെ ആളുകളാണോ? അല്ല, പിഴച്ചുപോയ ആളുകളാണ് ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അഹ്ലുസുന്നയാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അർത്ഥവും ഇല്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അഹ്ലുസുന്നയെ അല്ല ഈ വിഷയത്തിൽ പിൻപറ്റുന്നത്, അഹ്ലുൽ ബിദ്അഇനെയാണ് ഈ വിഷയത്തിൽ പിൻപറ്റുന്നത്. അപ്പൊ ഹദീസിൽ വളരെ വ്യക്തമാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് എന്ന ആയത്തിനെ കുറിച്ച് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നസലത് ഫി അദാബിൽ ഖബർ, ഖബറിന്റെ വിഷയത്തിലാണ്, അദാബുൽ ഖബറിന്റെ വിഷയത്തിലാണ് ഇത് സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്നാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് എന്ന ആയത്ത് അദാബുൽ ഖബറിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വൽ ഈമാനു ബിശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഖൗമിൻ യഖ്റുജൂന മിനൻ നാരി ബഅദ മഹ്തറഖു വസാറു ഫഹ്മൻ ഫയുഅ്മറു ബിഹിം ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന കമാ ജാഅ ഫിൽ അസർ കൈഫ ശാഅ അല്ലാഹു വകമാ ശാഅ ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി. വൽ ഈമാൻ, വിശ്വസിക്കൽ, ബിശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ശഫാഅത്ത് ഉണ്ടാകും. ആർക്ക്? വബിഖൗമിൻ, ഒരു സമൂഹത്തിന്, യഖ്റുജൂന മിനൻ നാർ, അവർ നരകത്തിൽ നിന്നെയും നരകത്തിൽ നിന്ന് റസൂലിന്റെ ശഫാഅത്തോടു കൂടി അവർ പുറത്തു വരും. എന്തിനു ശേഷം? ബഅദ മഹ്തറഖു വസാറു ഫഹ്മൻ, ബഅദ മഹ്തറഖു, അവർ എന്ത് ചെയ്തു? കത്തിക്കരഞ്ഞു. വസാറു ഫഹ്മൻ, എന്താ ഫഹ്മ എന്ന് പറഞ്ഞാല് എന്താ? അൽഫാം എന്ന് പറഞ്ഞാൽ എന്താ? കരഞ്ഞതല്ലേ? അതിൽ നിന്നാണ് ഫഹ്മ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ കത്തിക്കരഞ്ഞത് എന്നാണ്. അറബി വാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വസാറു ഫഹ്മൻ, അവരെന്ത് ചെയ്തു? കത്തിക്കരഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? റസൂലിന്റെ ശഫാഅത്തോടു കൂടി അവർ പുറത്തു വരുന്നത്. ഫയുഅ്മറു ബിഹിം ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു വാതിലുണ്ട്. ഫയുഅ്മറു ബിഹിം ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കൽ ഒരു പുഴയുണ്ട്. ആ പുഴയിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. കമാ ജാഅ ഫിൽ അസർ, ഹദീസിൽ വന്നതുപോലെ. കൈഫ ശാ അല്ലാഹ് വകമാ ശാ, അല്ലാഹു എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് രൂപത്തിലാണോ തീരുമാനിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ. ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതിൽ നമ്മൾ വിശ്വസിക്കണം, അത് സത്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുണ്ട്? ഷഫാഅത്തുണ്ട് എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. റസൂലിന് ഷഫാഅത്തുണ്ട്. ആ ഷഫാഅത്ത് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് എന്താണോ ഖുർആനിലും ഹദീസിലും ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് വന്നത് അത് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ സ്ഥിരപ്പെടുത്തുന്നുള്ളൂ. ഖുർആനിൽ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് വന്നത് അത് സ്ഥിരപ്പെടുത്തും, ഹദീസിൽ വന്നതും സ്ഥിരപ്പെടുത്തും. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് തിന്മകൾ ചെയ്ത് തൗഹീദുള്ള ആളുകളെ കുറിച്ചാണ്.
തൗഹീദുള്ള ആളുകളാണ്, പക്ഷെ എന്ത് ചെയ്തു? വൻപാപങ്ങളിൽ മുഴുകി അങ്ങനെ നരകത്തിലേക്ക് പ്രവേശിച്ചു. അത്തരം ആളുകൾ എന്ത് ചെയ്യും? റസൂലിന്റെ ഷഫാഅത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തെടുക്കും എന്ന് പറയുകയാണ്. ഇതിൽ ഒന്നാമത്തെ ഷഫാഅത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അശ്ശഫാഅത്തുൽ ഉദ്മ, ഏറ്റവും വലിയ ഷഫാഅത്ത്. ഏറ്റവും വലിയ ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണുള്ളത്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷഫാഅത്തിന് അർഹരാരാണ്? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം. ബാക്കിയുള്ള പ്രവാചകന്മാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഷഫാഅത്ത് ചെയ്യാൻ അവരാരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ജനങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യും? ഒരു വലിയ പ്രതലത്തിൽ നിർത്തപ്പെടും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ക്ഷീണം ബാധിക്കും. കാരണം സൂര്യൻ വളരെ അടുത്താണുള്ളത്. അവർക്ക് സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരിക്കുന്നതാണ്. അങ്ങനെയാണ് ആരുടെ അടുക്കൽ പോവുക? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോവുക. ആദം നബി എന്ത് പറയും? കഴിവ് പറയും, കാരണം പറയും, എനിക്ക് പറ്റൂല എന്നുള്ളത്. നൂഹ് നബിയുടെ അടുക്കൽ പോകും, ഉലുൽ അസ്മിന്റെ അടുക്കൽ പോകും. എല്ലാവരും കാരണം പറഞ്ഞ് ഒഴിവാകും. അവരൊക്കെ അന്ന് അവരെക്കുറിച്ച് കാരണം പറയും. ഞാൻ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് തന്നെ ഞാൻ ബേജാറിലാണ് എന്നാണ് അമ്പിയാക്കൾ വരെ പറയാന്നാണ്. എങ്ങനെ? അർഷിന്റെ തണലിൽ അല്ലാഹു അലം, അത് നോക്കണം, എനിക്കറിയില്ല. അറിയില്ല, ഞാൻ നോക്കി പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും. അങ്ങനെ നബി പറയും അനലഹ. അതായത് ഈ ഹദീസിൽ പറയുന്നത് അർഷിന്റെ തണൽ കിട്ടാത്ത ആളുകളെ കുറിച്ചാണ്. പ്രവാചകന്മാരെവിടെയില്ല, അതിന്റെ താഴെ ഉണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്. ചില ആളുകൾ എന്തുണ്ട്? അവർക്ക് സഹിക്കാൻ സാധിക്കുന്നതിലപ്പുറമായിരിക്കും. കുറച്ച് മുകളിൽ എന്തുണ്ട്? സൂര്യനുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും? പ്രവാചകന്മാരുടെ അടുക്കൽ പോകും എന്ന് പറയും. എന്നാൽ മറുവിഭാഗം ആളുകൾ എവിടെ ഉണ്ട്? അള്ളാഹുവിന്റെ തണലിലുണ്ട്. അള്ളാഹുവിന്റെ തണൽ അവർക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കും. അവരും ഷഫാഅത്തിന് എന്താണ്? അർഹരാണ്. അവരും ഷഫാഅത്തിന് പോകും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഷഫാഅത്തിന് പോകാൻ, എന്നിട്ട് ഷഫാഅത്തിന് പോയിക്കൊണ്ട് അവർ പറയും, റസൂലിന്റെ അടുക്കൽ എത്തുമ്പോൾ റസൂൽ പറയും അനലഹ, ഞാൻ അതിന് അർഹനാണ് എന്ന് പറയും. ഹദീസ് മഅറൂഫാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അടുക്കൽ സുജൂദ് ചെയ്യും, ദീർഘനേരത്തെ സുജൂദ്. എന്നിട്ട് അള്ളാഹു നബിയോട് എണീക്കാൻ പറയും. എന്നിട്ട് ആ ഷഫാഅത്ത് എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഷഫാഅത്തിന് അനുമതി അള്ളാഹു നൽകിക്കഴിഞ്ഞാലേ നടക്കുള്ളൂ എന്നാണ്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കൂല. അതുമാത്രല്ല, നബി ആർക്കാണോ ഷഫാഅത്ത് ചെയ്യുന്നത് അവരുടെ വിഷയത്തിൽ അള്ളാഹ് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അവരുടെ വിഷയത്തിൽ അള്ളാഹു തൃപ്തിപ്പെടണം. ഒരു കാഫിറാണെങ്കിലോ അവൻക്ക് തൃപ്തിയില്ല. ഒരു ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലോ അവനെയും അള്ളാഹു തൃപ്തിപ്പെടൂല. മറിച്ച് മുസ്ലിമിന്റെ വിഷയത്തിൽ, മുവഹിദിന്റെ വിഷയത്തിൽ മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടുള്ളൂ എന്നാണ്. അപ്പൊ ഷഫാഅത്ത് ലഭിക്കണമെങ്കിൽ പോലും അവിടെയുള്ള മാനദണ്ഡം തൗഹീദാണ്. എന്നാൽ ഷഫാഅത്ത് ലഭിക്കണം എന്നതിന്റെ പേരിലാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്? ആ തൗഹീദ് അട്ടിമറിച്ച് ഷിർക്ക് ചെയ്യുന്നത്. ലക്ഷ്യം എന്താ? ഷഫാഅത്ത് ലഭിക്കണം. ഷഫാഅത്ത് ലഭിക്കാൻ വേണ്ടത് എന്താ? തൗഹീദ്. അവർ തൗഹീദിന്റെ പകരം ചെയ്യുന്നതോ ഷിർക്കാണ്. എങ്ങനെ? അവർക്ക് ഷഫാഅത്ത് ഇല്ല. ഷഫാഅത്ത് മുസ്ലിങ്ങളെ പോകുള്ളൂ, അതിൽ പോകുള്ളൂ. വമാ ഫായിദതു ഹാദിഹി ശഫാഅ ഹത്താ യഫ്സില ബൈന الناس بالقضاء يوم القيامة فهي ليست شفاعة بجنة ونار وإنما هي شفاعة في فصل القضاء فالناس يريدون الراحة من هول الوقوف يوم القيامة نسأل الله أن يجعلنا ممن يظله يوم لا ظل إلا ظله. അപ്പൊ ഈ സന്ദർഭത്തിൽ ഷഫാഅത്തിന് പോകുന്ന ആളുകളെ കുറിച്ച് പറയാം. അവർ ആ ഖിയാമത്ത് നാളിന്റെ ആ സന്ദർഭത്തിൽ, ഇത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള ഷഫാഅത്തല്ല, പക്ഷെ ആ ഖിയാമത്ത് നാളിന്റെ ഭീകരതയാണ്, അതിന്റെ വളരെ കഠിനമായ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ആരുടെ അടുക്കൽ പോകുന്നത്? റസൂലിന്റെ അടുക്കലേക്ക് പോകുന്നത്, ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോകുന്നത്. അതാണ് ഒന്നാമത്തെ ഷഫാഅത്ത്, അശ്ശഫാഅത്തുൽ ഉദ്മ, ഏറ്റവും വലിയ ഷഫാഅത്ത്. രണ്ടാമത്തെ ഷഫാഅത്ത് അശ്ശഫാഅത്തു ഫി അഹ്ലിൽ ജന്നതി ലിയദ്ഖുലു അൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഷഫാഅത്താണ്. അത് സ്വർഗത്തിലെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുക്കുന്ന ഷഫാഅത്താണ്. وهي من جملة خصوصيات رسول الله صلى الله عليه وسلم بالإجماع. ففي الحديث آتي باب الجنة يوم القيامة فأستفتح فيقول الخازن من أنت فأقول محمد فيقول بك أمرت لا أفتح لأحد قبلك. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടുണ്ടാകുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോകും. നബി പോയിട്ട് എന്ത് ചെയ്യും?
നബി അവിടെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള സ്വർഗം കാക്കുന്ന മലക്കുണ്ടാവും, അദ്ദേഹത്തെ കാത്തു നിൽക്കും. എന്തിനു വേണ്ടി? സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി. നബിയുടെ പിന്നില് എല്ലാ സ്വർഗാവകാശികളും ഉണ്ടാകുന്നതാണ്. അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതും നബിയുടെ ഷഫാഅത്തിലൂടെയാണ്. ആ സമയത്ത് അവിടെയുള്ള കാവൽക്കാരൻ ചോദിക്കുന്നതാണ്, മൻ അൻത, താങ്കൾ ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ ഉത്തരം പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് മറുപടി പറയും മലക്ക്, ബിക ഉമിർതു, നിന്നെ കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? എനിക്ക് കൽപ്പന നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, താങ്കളുടെ മുമ്പ് ആര് വന്നാലും ശരി അവർക്ക് എന്ത് ചെയ്യൂല? തുറന്നു കൊടുക്കുകയില്ല, താങ്കൾക്കാണ് തുറന്നു തരിക. അതാണ് രണ്ടാമത്തെ ഷഫാഅത്ത്. മൂന്നാമത്തെ ഷഫാഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അമ്മിഹി അബീ താലിബ്, അബൂ താലിബിനുള്ള ഷഫാഅത്താണ്. അബൂ താലിബിന് ശിക്ഷയിൽ എന്തുണ്ടാകും? ഒരു ഇളവുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ഷഫാഅത്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. യാ റസൂലല്ലാഹ് ഹൽ നഫഅത അബാ താലിബിൻ ബിശൈഇൻ ഫഇന്നഹു കാന യഹൂതുക വയഗ്ദബു ലക ഖാല നഅം ഹുവ ഫീ ളാഹിൻ മിനൻ നാർ ലൗലാ അന ലകാന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ. ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ചോദിക്കാൻ, അല്ല റസൂലേ, അബൂ താലിബ് താങ്കൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കുടുംബക്കാരൻ എന്ന നിലയിൽ റസൂലിന്റെ പ്രബോധനത്തിന് ഏറ്റവും വലിയ തണലായി മാറിയത് അബൂ താലിബാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബക്കാരെന്ത് ചെയ്യും? ചില സമയത്ത് നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കുടുംബ ബന്ധം വിച്ഛേദിക്കരുത് എന്ന് ഹദീസിൽ പറയാനുള്ള ഗൗരവം അതാണ്. കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നുള്ളതാണ്. അങ്ങനെ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത്രയും ഗൗരവം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അബൂ താലിബിന് എന്തെങ്കിലും ഉപകാരം താങ്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയാണ്, നഅം, ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്താ? ഹുവ ഫീ ളാഹിൻ മിനൻ നാർ, അദ്ദേഹത്തിന് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വളരെ ചെറിയ ശിക്ഷയാണെന്നാണ്. വളരെ ചെറിയ ശിക്ഷ. അത് ഞാൻ കാരണമാണ് അത് ലഭിച്ചത്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ലകാന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ആരുണ്ടാകുക? അബൂ താലിബ് ഉണ്ടാവുക. അബൂ താലിബിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്, ആ ശിക്ഷയുടെ കാഠിന്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമാണ്. അബൂ താലിബ് പോലും റസൂലിന്റെ ഷഫാഅത്ത് ലഭിച്ചതിന് ശേഷം പോലും സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ ഷഫാഅത്ത്, അശ്ശഫാഅത്തു ഹിയ അഹ്ലുൽ കബായിർ മിമ്മൻ മാത മുസിറൻ അലാ ബഅ്ദിൽ ദുനൂബി വൽ മആസി. ചില തിന്മകൾ ചെയ്ത് ആ തിന്മയിലായിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് തിന്മകൾ എന്നത് ചില സമയത്ത് നമ്മൾ സൈക്കിളിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആ തിന്മയുടെ സൈക്കിൾ എന്ത് ചെയ്യും? വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. അത് തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മരുന്ന്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആവർത്തിക്കപ്പെടും. എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഏകദേശം ആ തിന്മകൾ ചെയ്ത് ഡാമേജ് ആകും. ബ്രെയിൻ റീവയർ ചെയ്യപ്പെടും. റീവയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കോലത്തിലുള്ള ബ്രെയിൻ എന്ത് ചെയ്യാം? വർക്കാകും. അതുകൊണ്ട് തന്നെ ആ തിന്മ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരികയും ആ തിന്മ വീണ്ടും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം തന്നെ ആ തിന്മയുടെ വാതിൽ അടക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ആ തിന്മയുടെ വാതിൽ അടക്കുക. അതുകൊണ്ടാണ് ഖുർആൻ തിന്മയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്തെല്ലാം പറയുന്നത് എന്താ? വലാ തഖ്റബു സിന, സിനയിലേക്ക് അടുക്കരുത്, സിന ചെയ്യരുത് എന്നല്ല. അതേപോലെ തന്നെ ഷഹ്വാത്തുകൾ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? അടുക്കരുത്. ഒക്കെ അടുക്കരുത് എന്നാ പറഞ്ഞത്. കാരണം അടുപ്പം ഏതിലേക്ക് എത്തിക്കും? അത് പ്രവർത്തിക്കുന്നതിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് ഒരു തിന്മയിലേക്ക് കാരണമാകുന്നെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ നിർത്തന്നെ വേണം. അല്ല എങ്കിൽ ആ തിന്മ എന്ത് ചെയ്യും? തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി അത്തരം സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുക എന്നല്ലാതെ ബാക്കി എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹൈർ. ഏറ്റവും ഹൈർ അതാണ്. നമ്മുടെ പഠനത്തിനും നമ്മുടെ ഹൃദയത്തിന്റെ സംസ്കരണത്തിനും നമ്മുടെ ജീവിത വിശുദ്ധിക്കും അതേപോലെ എല്ലാത്തിനും ഏറ്റവും നല്ലത് അത്തരം കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രൂപം കാണുക എന്നുള്ളതാണ്. നമ്മളിൽ പല ആളുകളും ഫോൺ അഡിക്ഷനിലാണ്. എത്ര സമയം നമ്മൾ അതിൽ ചെലവഴിക്കുന്നു എന്ന് ആത്മാർത്ഥമായി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സമയമാണ് ഓരോ ദിവസവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിപ്പെടുന്ന വൻപാപങ്ങൾ, ആ വൻപാപത്തിലേക്ക് എത്താൻ പലപ്പോഴും കാരണമായി തീരാറുള്ളത് ഈ ഫോണുകളാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മത ആവശ്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ഇത്തരം വൻപാപം ചെയ്ത ആളുകൾക്കുണ്ട് എന്നാണ്
പറഞ്ഞു വന്നത്. അതിൽ ഒന്നാമത്തെ ഷഫാഅത്ത് ഷഫാഅത്തു ഇഖ്റാജിൻ, ഷഫാഅത്തു ഇഖ്റാജിൻ, അവർ നരകത്തിലേക്ക് പ്രവേശിച്ചു, നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഷഫാഅത്ത്. രണ്ടാമത്തേത് ഷഫാഅത്തു ഇംതിനാഇൻ, ഷഫാഅത്തു ഫി അസ്ഹാബിൽ കബാഇരി ഖദ് ഇസ്തഹഖു ദുഖൂലൻ നാർ വലാകിൻ തുദ്രികുഹും റഹ്മത്തുള്ളാഹി തആല ബിശ്ശഫാഅത്തി ഖബ്ല അൻ യൽജൂഹാ. ചില ആളുകൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാവും, വൻപാപങ്ങൾ. റസൂൽ ഷഫാഅത്ത് ചെയ്യും, അവരെന്ത് ചെയ്യണ്ട, റബ്ബേ അവരെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കണ്ട. അങ്ങനെ അള്ളാന്റെ റഹ്മത്ത് മൂലം ചെയ്യും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അസ്ഹാബുൽ കബായിർ, വൻപാപം ചെയ്ത ആളുകൾക്ക് രണ്ട് രൂപത്തിലുള്ള ഷഫാഅത്താണ്. ഒന്ന്, വൻപാപം ചെയ്ത് നരകത്തിലേക്ക് എത്തി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഷഫാഅത്ത്. രണ്ട്, വൻപാപം ചെയ്ത് നരകത്തിലേക്ക് എത്തിയിട്ടില്ല, അതിന്റെ മുമ്പ് എന്ത് ചെയ്യാണ്, ഷഫാഅത്ത് ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഒന്ന്, എത്തിയ ആളുകളെ രക്ഷപ്പെടുത്തുക. രണ്ടാമത്തേത്, തടയുക അവരെ, എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അഞ്ചാമത്തെ ഷഫാഅത്ത് അശ്ശഫാഅത്തു ഫീ റിഫഅത്തി ദറജാതി ഫിൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ ദറജകൾ, സ്വർഗത്തിലെ ദറജയിൽ ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്താണ് അഞ്ചാമത്തെ ഷഫാഅത്ത്. ഖാലു ബിൽ ഇക്റാമി വശഫാഅതി ഫൽ ആബാഉ യശ്ഫഊന ഫിൽ അബ്നാ ഫയർഫഊന ഫീ ദറജതിഹിം. മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ഷഫാഅത്ത് ചെയ്യും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ എന്ത് ചെയ്യും, മാതാപിതാക്കൾ സ്വർഗത്തിൽ എവിടെയാണോ, ഏത് ദറജയിലാണോ ഉള്ളത്, ആ ദറജയിലേക്ക് ആരെത്തും, മക്കളും ഈ പറയുന്ന മാതാപിതാക്കളുടെ ഷഫാഅത്തിലൂടെ എത്തിപ്പെടും. വയുക്രിമുല്ലാഹുൽ ആബാഅ ഫയർഫഉ അബ്നാഅഹും ലഹും, ചില മാതാപിതാക്കൾ അള്ളാഹു ആദരിക്കും, ആ ആദരവെന്നോണം മക്കളെയും ഇവരുടെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ ഷഫാഅത്ത്. അത് ഷഫാഅത്തുൽ ആമ്മയാണ്, എല്ലാ ആളുകൾക്കുമുള്ള ഷഫാഅത്താണ്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ലഭിക്കുന്ന ഷഫാഅത്തുകൾ. ആറാമത്തേത് അശ്ശഫാഅത്തു ഫി അഹ്ലിൽ അഅറാഫ്. അഅറാഫ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണ് ഈ അഅറാഫ് എന്ന് പറയുന്ന വിഭാഗം? അഹ്ലുൽ അഅറാഫ്. നരകത്തിലുമല്ല സ്വർഗത്തിലുമല്ല, നരകത്തിലുമല്ല സ്വർഗത്തിലുമല്ല. അവരുടെ നന്മയും തിന്മയും ഒരുപോലെയാണ്, അവരുടെ നന്മയും തിന്മയും ഒരുപോലെയാണ്. അത്തരം ആളുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. വഇദാ നളറു ഇലാ അഹ്ലിൽ ജന്ന വജദുൽ മലായികത തസൂഖുഹും ഇലൽ ജന്നതി സൗകൽ കിറാം വയുനാദൗന അസ്ഹാബൽ ജന്ന അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ വആഖിറു അംരി ആഹുലാഹി തുദ്രികുഹും റഹ്മത്തുള്ളാഹി തആല വയദ്ഖുലൂനൽ ജന്ന. അവർക്ക് നരകവും കാണാൻ പറ്റും, സ്വർഗവും കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം മധ്യത്തിലാണ് നിൽക്കുന്നത്, നരകവും കാണും സ്വർഗവും കാണും. സ്വർഗത്തിലേക്ക് മലക്കുകൾ ആളുകളെ ആനയിച്ചു കൊണ്ടുപോകുന്നത്, അവരോട് സലാം പറയുന്നത്, നല്ല അഭിവാദ്യങ്ങൾ പറയുന്നത്, ഇതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം അള്ളാഹിന്റെ റഹ്മത്ത് എന്ത് ചെയ്യും, അവർക്ക് ലഭിക്കുകയും ആ റഹ്മത്ത് മൂലം അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വഹാദിഹി ജുമലുൻ മിനശ് ശഫാഅത്തി അല്ലതി സബതത് ബിദലീലിൻ സ്വഹീഹിൻ വബിമാ അന്നൽ അസ്ല ഫി ശഫാഅത്തി അത്തൗഖീഫ്. ഷഫാഅത്തിന്റെ അടിസ്ഥാനം തൗഖീഫാണ്. എന്താണോ ഖുർആനിൽ വന്നത്, ഹദീസിൽ വന്നത്, അത് നമ്മൾ സ്ഥിരപ്പെടുത്തും. ഫലാ യജൂസു ലി അഹദിൻ അൻ യുസ്ബിത ഷൈഅൻ മിന ശഫാഅത്തി ഇല്ലാ വഅലൈഹാ ദലീലുൻ. അതുകൊണ്ട് ഷഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തെളിവ് കൊണ്ടുവരണം. അപ്പൊ ഈ 5 രൂപത്തിലാണ് ഷഫാഅത്തുകൾ ഉള്ളത്. 5 അല്ല 6 രൂപം, 6 രൂപത്തിലാണ് ഷഫാഅത്തുകൾ ഉള്ളത്. ഈ മതത്തിന്റെ അടുത്ത ഭാഗം വൽ ഈമാനു അന്നൽ മസീഹ ദജ്ജാൽ ഖാരിജുൻ മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ വൽ അഹാദീസു അല്ലതി ജാഅത് ഫീഹി വൽ ഈമാനു ബി അന്ന ദാലിക കായിനുൻ വഅന്ന ഈസ ഇബ്ന മർയം അലൈഹി സലാം യൻസിലു ഫയഖ്തുലുഹു ബിബാബിലുദ്ദിൻ. വൽ ഈമാൻ, വിശ്വസിക്കൽ. എന്തിൽ? അന്നൽ മസീഹ ദജ്ജാൽ ഖാരിജുൻ, മസീഹ ദജ്ജാൽ പുറപ്പെടും, മസീഹ ദജ്ജാൽ വരും എന്നതിൽ വിശ്വസിക്കുക. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവന്റെ 2 കണ്ണുകൾക്കിടയിൽ എന്ത് എഴുതിയിട്ടുണ്ട്? കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്. വൽ അഹാദീസു അല്ലതി ജാഅത് ഫീഹി, അതിൽ വന്ന ഹദീസുകളിലും വിശ്വസിക്കൽ, അതിൽ വന്ന ഹദീസിലും വിശ്വസിക്കൽ. വൽ ഈമാനു ബി അന്ന ദാലിക കായിൻ, അത് നടക്കുമെന്നതിൽ പൂർണ്ണമായ വിശ്വാസം. എന്നിട്ടോ വഅന്ന ഈസ ഇബ്ന മർയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യൻസിൽ, ഇറങ്ങി വരും. ഫയഖ്തുലുഹു, എന്നിട്ട് എന്ത് ചെയ്യും? വധിക്കും. എവിടെ വെച്ച്? ബിബാബി ലുദ്ദിൻ, ലുദ് എന്ന് പറയുന്ന കവാടത്തിൽ നിന്ന് ദജ്ജാലിനെ കൊന്നുകളയും. ഖിയാമത്ത് നാളിന് 2 രൂപത്തിലുള്ള അടയാളങ്ങളാണ് ഉള്ളത്. ഒന്ന് അഷ്റാത്തുൽ സുഗ്റ, 2 അഷ്റാത്തുൽ കുബ്ര, ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ്. മറ്റത് അടയാളങ്ങളാണ്, വലിയ
അടയാളങ്ങൾ. അപ്പൊ ചെറിയ ലക്ഷണങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് കഴിഞ്ഞു പോയതുണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്, വരാനിരിക്കുന്നതുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ അടയാളങ്ങളുണ്ട്. അപ്പൊ ദജ്ജാൽ പുറപ്പെടും എന്ന വിഷയത്തിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, വിശ്വസിക്കണം, പൂർണ്ണമായും വിശ്വസിക്കണം. ചില ആളുകൾ ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളുകൾ, ചില ആളുകൾ പറയുന്നത് ദജ്ജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയാണ്, അത് യൂറോപ്പാണ്, അത് റഷ്യയാണ്, അത് ചൈനയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ലാ അസാസ ലഹു മിനസ് സിഹ്ഹതി അബദാ, അതൊരിക്കലും ശരിയല്ല എന്നാണ് ഷെയ്ഖ് പറയാം. ചില ആൾ പറയണം അമേരിക്ക എന്ന് പറയുന്നു, ചൈന എന്ന് പറയുന്നു. അപ്പൊ അതൊന്നും യാതൊരു അർത്ഥം ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക എന്ന് തന്നെ പറഞ്ഞാൽ പോരെ, എന്തിനപ്പോ ദജ്ജാൽ എന്ന് പറയേണ്ട ആവശ്യം? അപ്പൊ അത് അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കലുമാണ്. അത് മാത്രമല്ല, ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, വ്യാഖ്യാനിക്കുകയാണ്. ദജ്ജാൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ ഇപ്പൊ ശരിയാകുക? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്, ആ ദജ്ജാലിന്റെ സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കും. അതാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, എന്ത്, ദജ്ജാൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, അത് അതിന്റെ യഥാർത്ഥത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വിശ്വസിക്കണം. അപ്പൊ എത്ര കാലം മുമ്പാണ് അഹ്ലുസുന്ന ആ അഖീദയെ സ്ഥിരപ്പെടുത്തുന്നത്, പക്ഷെ ഇപ്പോഴും അത് നിഷേധിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അതാണ് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളുടെ ദീർഘവീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഖീദ, അന്ന് പറഞ്ഞ അഖീദ ഇന്നും അത് നിഷേധിക്കുന്ന ആളുകളും അത് വ്യാഖ്യാനിക്കുന്ന ആളുകളും നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ലൈസ ബിഅഅവർ, അല്ലാഹു ഒറ്റക്കണ്ണനല്ല. അല ഇന്നൽ മസീഹ ദജ്ജാല അഅവറുൽ ഐനിൽ യുംനാ കാന ഐനഹു ഐനബത്തുൻ താഫിയ. ദജ്ജാലിന്റെ വലത്തെ കണ്ണിന് കുഴപ്പമുണ്ട് എന്നാണ്. ദജ്ജാലിന് വലത്തെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ദജ്ജാലിന്റെ വിഷയത്തിൽ നമ്മൾ ഈ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, വഹൽ യജൂസു റസ്മുഹു ലിന്നാസി മിൻ ബാബി തഖ്വീഫ്, പേടിപ്പെടുത്താൻ വേണ്ടി ദജ്ജാലിനെ വരക്കാൻ പറ്റുമോ? ദജ്ജാലിനെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖ് പറയാനില്ല, ലിഅന്നൽ അംറ അലാ വജ്ഹിഹി വഹഖീഖതിഹി ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അതെങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് വരച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, പേടിപ്പെടുത്താനോ മറ്റോ ഒന്നും പറ്റൂല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദജ്ജാലിന്റെ ഒരുപാട് സിഫത്തുകളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ പറയണില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി വിശദീകരിക്കാൻ ബാക്കിയുണ്ട്. അന്നഹു ഷാബുൻ ലൈസ സഗീറൻ വലാ കബീറൻ, ദജ്ജാലിനെ കുറിച്ച് പറയുന്ന ഒരു സിഫത്താണ് ദജ്ജാൽ യുവാവായിരിക്കുന്ന. അന്നഹു ഷാബുൻ, സഗീറുമല്ല കബീറുമല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ടാകുന്ന, ജട കുത്തിയ മുടികളായിരിക്കും. മുടിയൊന്നും വാരാതെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാകും, ഒരു വൃത്തിയുമില്ലാത്ത കോലത്തിലായിരിക്കും ഉണ്ടാകുക. പിന്നെ സിഫത്തായി പറയപ്പെടുന്നത് വളരെ നീളം കുറഞ്ഞ ആളായിരിക്കും, നീളം കുറഞ്ഞ ഒരു വ്യക്തിത്വമായിരിക്കും ദജ്ജാല് എന്നത്. അതേപോലെ ഒരു ചുവപ്പ് നിറമായിരിക്കും ദജ്ജാലിന്റെ നിറമായിട്ട് പറയാം. വെളുത്തതുമല്ല കറുപ്പുമല്ല, ചുവപ്പിനോട് ചായ്വുള്ള ഒരു നിറമായിട്ടാണ് ദജ്ജാലിനെ ഹദീസുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ ദജ്ജാലിന് കുട്ടികൾ ഉണ്ടാവുകയില്ല എന്നാണ്, ദജ്ജാലിന് കുട്ടികൾ ജനിക്കുകയില്ല. ഇങ്ങനെ ഒരുപാട് സിഫത്തുകൾ ദജ്ജാലിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഫിത്ന കേട്ടോ, ദജ്ജാലിന്റെ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് രക്ഷ തേടുന്നത്. അവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താ, കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകുന്ന, പക്ഷെ ഈ എഴുതിയിട്ടും ചില ആളുകൾ എന്ത് ചെയ്യും, ദജ്ജാലിൽ വിശ്വസിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമല്ലേ? കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമില്ല. ഇന്ന് നോക്കിയേ, ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്, പുറത്തുതന്നെ എഴുതിയിട്ടുണ്ട് ക്യാൻസർ ഉണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും. എന്ത് ക്യാൻസർ? ഓൻ പിന്നെയും വലിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് ആളുകൾ ഫോളോ ചെയ്യുന്ന, അവർ സെലിബ്രിറ്റികളായി നടന്നുകൊണ്ടിരിക്കുന്ന ചില സെലിബ്രിറ്റികളെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താ? തിന്മകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. ഒരു നന്മയും അതിലില്ല. എന്തെങ്കിലും പ്രൊഡക്റ്റീവായത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ രാവിലെ എഴുന്നേറ്റതും ഉച്ചക്ക് എവിടെയെങ്കിലും പോയതും രാത്രി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വന്നതും ഇതൊക്കെയാണ് പോസ്റ്റ് ചെയ്യുക. നമ്മളാണെങ്കിലോ ഇത് നോക്കി കുത്തിരിക്കും ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ദജ്ജാലിന്റെ വിഷയത്തിൽ നമ്മൾ അധികമായ ഭയം നമുക്കുണ്ടാകണം.
അതുകൊണ്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, അതിന് അർത്ഥം ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറയുന്നത്, ദജ്ജാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഭൂമി മൊത്തം കവർ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത അവസ്ഥയിലേക്ക് കടക്കാം, അടുത്ത മത്തനിലേക്ക് കടക്കാം. وأن عيسى بن مريم عليه السلام ينزله فيقتله بباب لد والإيمان قول وعمل يزيد وينقص كما جاء في الخبر أكمل المؤمنين إيمانا أحسنهم خلقا ومن ترك الصلاة فقد كفر. ദജ്ജാലിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ദജ്ജാലിൽ നിന്ന് എങ്ങനെയാ രക്ഷ നേടുക? ഒരു ഗ്ലാസ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ദജ്ജാലിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം വെക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സുലുസുന്ന തീരണമെങ്കിൽ അടുത്ത കാര്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാലേ തീരുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് പെട്ടെന്ന് പോവുകയാണ്. വൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗലുണ്ട്, അമലുൻ, കൗലുൻ വ അമലുൻ, സംസാരവുമുണ്ട് അമലുമുണ്ട്. യസീദു, അത് വർദ്ധിക്കും, ഈമാനിൽ വർധന ഉണ്ടാകും. വയൻകുസു, കുറയുകയും ചെയ്യും. കമാ ജാഅ ഫിൽ ഖബർ, ഹദീസിൽ വന്നതുപോലെ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. അപ്പം നോക്കിയേ, അക്മലുൽ മുഅ്മിനീന എന്നാണ്, ഈമാനിൽ ഏറ്റവും പൂർണ്ണത നിറഞ്ഞത്. അപ്പൊ അത് അറിയിക്കുന്ന എന്താ, പൂർണ്ണത നിറയാത്ത, പൂർണ്ണതയിലേക്ക് എത്താത്ത ഈമാനുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അടുത്തത് വമൻ തറക സ്വലാത്ത ഫഖദ് കഫർ, നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ അവിശ്വാസിയായിരിക്കുന്നു. അപ്പൊ ഈമാനിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അലകളാണ് പറയുന്നത്. ഒന്നാമത്തേത് ഈമാനിന്റെ ഭാഷാപരമായ അർത്ഥം, അത്തസ്ദീഖുൽ മഖ്റൂനു ബിൽ ഇഖ്റാർ. ഒരാൾ മുഅ്മിനാണെങ്കിൽ സത്യപ്പെടുത്തണം. എങ്ങനെ സത്യപ്പെടുത്തണം? അംഗീകരിക്കുന്നതോടൊപ്പം സത്യപ്പെടുത്തണം. അംഗീകാരവും ഉണ്ടാകണം, സത്യപ്പെടുത്തലും ഉണ്ടാകണം. മുനാഫിഖീങ്ങൾ അംഗീകരിച്ചു, സത്യപ്പെടുത്തിയോ? ഇല്ല. മുഅ്മിനീങ്ങളോ അംഗീകരിക്കുകയും ചെയ്യുന്നു, സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. കാഫിറുകളോ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല, സത്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. എന്നാൽ ഇസ്തിലാഹിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ ബിൽ ലിസാൻ, ഇഅ്തിഖാദുൻ ബിൽ ജിനാൻ, അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ, യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ ഇസ്യാൻ. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ പറ്റും. ഈമാൻ എന്ന് പറഞ്ഞാൽ 4 നൂനുകളാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ 4 നൂനുകൾ. ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. ഇഅ്തിഖാദുൻ ബിൽ ജിനാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ, നമ്മൾ അമലുകൾ ചെയ്യണം. നാലാമത്തേത് യസീദു ബിത്ത്വാഅ, അനുസരിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും. വയൻഖുസു ബിൽ ഇസ്യാൻ, തിന്മ ചെയ്തു കഴിഞ്ഞാൽ കുറയും. ഖൗലുൻ ബിൽ ലിസാൻ, ഇഅ്തിഖാദുൻ ബിൽ ജിനാൻ, അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ, യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ ഇസ്യാൻ. ഇത് അറബിയിൽ തന്നെ നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ 4 നൂനുകളാണ്. അതിന് ഓരോന്നിനും നമുക്ക് തെളിവ് പറയാൻ പറ്റും. ഓരോന്നിനും നമുക്ക് വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും തെളിവുകളുണ്ട്. ആ തെളിവുകളിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കണില്ല. രണ്ടാമത്തെ ഖാഇദ, രണ്ടാമത്തെ അടിസ്ഥാനം എന്നുള്ളത് വഹിയ ഫുർഖാനുൻ ബൈനനാ വബൈന മദ്ഹബിൽ വഈദിയ്യ മിനൽ മുഅ്തസിലതി വൽ ഖവാരിജ് അൽ അഅമാലു അല്ലതി ഹിയ റുക്നുൻ ഫിൽ ഈമാനി ജിൻസുൽ അമൽ ലാ ആഹാദുഹു ഇല്ലാ ബിദലീലിൻ എന്നതാണ്. അത് രണ്ടാമത്തേത് ചില അമലുകൾ കുറിച്ച് പറയാം. ബിമാന ലൗ അന്ന ഇൻസാനൻ ഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ثم اكتفي بهذا لم يصلي ولم يصم ولم يزكي ولم يحج ولم يفعل شيئا من جنس الأعمال فهل هذا مؤمن؟ ഒരാൾ ഷഹാദത്ത് ചൊല്ലി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ നിസ്കരിക്കണില്ല, നോമ്പ് നോക്കണില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യണില്ല, ഓ മുഅ്മിനാണോ? അല്ല, ഓനെന്തല്ല, മുഅ്മിനല്ല. കാരണം എന്തില്ല, അമല് എന്നുള്ളൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അമല് എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. എന്തേ ഉണ്ടായിട്ടുള്ളൂ? ഖൗലുൻ ബിൽ ലിസാനില്ലേ? ഉണ്ട്, നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇഅ്തിഖാദുൻ ബിൽ ജിനാനോ? ഉണ്ട്, പക്ഷേ അമല് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലാക്കിൻ, പക്ഷേ ലൗ അന്നൽ ഇൻസാന നതഖ ബിശ്ശഹാദതൈൻ,
ثم عمل بشيء من الشرائع ولكنه تخلف عن شيء منها فإن تخلف بعض الأعمال لا يخرج العبد عن دائرة الإسلام. എന്നാൽ ഷഹാദത്തും ചൊല്ലി, രണ്ട് ഷഹാദത്തും ചൊല്ലി അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് ചില അമലുകൾ ഒഴിവാക്കുന്നുണ്ട്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? ഇല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പൊ മൊത്തത്തിൽ അമലുകൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാലാണ് ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോവുക. അതാണ് ഖാഇദയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അല്ല അമാലുല്ലതി ഹിയ റുക്നുൻ ഫിൽ ഈമാൻ ജിൻസുൽ അമൽ ലാ ആഹാദുഹു ഇല്ലാ ബിദലീൽ. അല്ല അമാൽ പ്രവർത്തനങ്ങൾ, അല്ലതി ഹിയ റുക്നുൻ ഫിൽ ഈമാൻ ഈമാനിന്റെ അടിസ്ഥാനപരമായ അമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻസുൽ അമൽ മൊത്തത്തിലുള്ള അമലുകളാണ്. ലാ ആഹാദുഹു ഓരോന്നുമല്ല, ഇല്ലാ ബിദലീൽ. ഇനി ഓരോന്നും ഏതെങ്കിലും ഒന്നൊഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. മൊത്തത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി ഇന്ന അമൽ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? തെളിവ് കൊണ്ടുവരണം. ഇത് ഖവാരിജുകൾക്കുള്ള മറുപടിയാണ്. ഖവാരിജുകൾക്ക് മുഅ്തസിലാക്കൾക്കുള്ള മറുപടിയാണ്. ഖവാരിജ് എന്താ ചെയ്യാ? ഖവാരിജുകൾ പറയും കൊന്നു കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ് എന്ന് പറയും. അപ്പൊ അവിടെ കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ചോദിക്കും എന്താണ് തെളിവ് എന്ന് ചോദിക്കും. കാരണം ഓരോ അമലുകളും എടുത്തു പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. നാം മൊത്തത്തിലാണെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? തെളിവിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ വിഷയം വരും കേട്ടോ, നിസ്കാരത്തിന്റെ വിഷയം വരും ഇൻഷാ അല്ലാഹ്, അത് ആ സമയത്ത് വിശദീകരിക്കാം. وأما الخوارج والمعتزلة فإنهم يقولون إن آحاد العمل شرط في الإيمان ولذا إذا ارتكب العبد عندهم كبيرة واحدة فإنه قد أخل بآحاد العمل فإنئذ يخرج من دائرة الإسلام بالكلية. ഖവാരിജുകൾ പറഞ്ഞ എന്താ? ഒരു അമൽ ഏതെങ്കിലും ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിച്ചു? അമലിൽ കുഴപ്പം സംഭവിച്ചു എന്നാണ്. അമലിൽ കുഴപ്പം സംഭവിച്ചു. അമലും ബിൽ അർക്കാൻ എന്ന് പറഞ്ഞെടുത്ത് അവന് പിഴവ് സംഭവിച്ചു എന്നാണ്. നമ്മൾ അങ്ങനെയല്ല പറയാം, മൊത്തത്തിലാണ് നമ്മൾ പറയാം. മൊത്തത്തിലാണ് അഹ്ലു സുന്ന സ്ഥിരപ്പെടുത്തുക. മൂന്നാമത്തെ ഖായിദ അൽ ഈമാനു യസീദു വ യൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ കൂടുക കുറയുക അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട് കേട്ടോ. ഈമാനിന്റെ വർധനവിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നതാണ് വിശുദ്ധ ഖുർആന്റെ പാരായണം. ഖുർആൻ പാരായണവും അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും അതിലൂടെ പറഞ്ഞ ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഇങ്ങനെ ഖുർആനിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കും. എന്നാൽ പല ആളുകളും ഖുർആനെ സമീപിക്കുന്നത് പാരായണത്തിന് വേണ്ടി മാത്രമാണ്, ഓതുക എന്നുള്ളത് മാത്രമാണ് ചില ആളുകൾ ഖുർആനെ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറം ഒരായത്ത് കിട്ടിയാൽ ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, അങ്ങനെ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഖുർആൻ കൊണ്ട് നമുക്ക് ഹിദായത്ത് ലഭിക്കുക. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഹുദയാണ്. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അത്ഭുതം നമുക്കും മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി ഖുർആനിനെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുന്നത്, നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഓതി തീർക്കുക എന്നതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. മറിച്ച് ആയത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്ത് ആ ആയത്തുകൾ മൂലം എന്ത് ചെയ്യണം? ജീവിതം മാറണം എന്നതായിരിക്കണം ലക്ഷ്യം. അതുകൊണ്ട് ഖത്തം ഓതി തീർക്കുന്ന ആളുകൾ പോലും ഖത്തം ആയിരിക്കരുത് ലക്ഷ്യം, മറിച്ച് ജീവിതം എന്ത് ചെയ്യണം? അതിലൂടെ സംസ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഉന്നതമായ ലക്ഷ്യമാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തേത് വിശുദ്ധ ഖുർആന്റെ പാരായണമാണ് ഈമാൻ വർദ്ധിപ്പിച്ചെടുക്കുക. രണ്ടാമത്തേത് സലഫുകളുടെ ചരിത്രങ്ങൾ വായിക്കുക. അത് പൊതുവെ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വളരെ കുറവാണ്. സലഫുകളുടെ ചരിത്രങ്ങൾ വായിക്കുക, അതിൽ അവരുടെ ഇബാദത്തിലുള്ള കണിശത, അവരുടെ പെരുമാറ്റത്തിന്റെ രൂപം, അവരാളുകളോട് ഇടപെട്ടത് എങ്ങനെയാണ് എന്നിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒരു ജീവിതം തന്നെ എന്ത് ചെയ്യാണ്? വായിച്ചെടുക്കാൻ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെയുള്ള വായന വളരെ കുറവാണ്. എന്നാൽ അധികം ആളുകളും എങ്ങനെയുള്ള വായനകൾ ഉണ്ടാകും? ഈ പറയുന്ന എന്തെങ്കിലും നമുക്ക് മറുപടി കൊടുക്കാനുള്ളത്, അതേപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഇതിലൊക്കെ അമിതമായ പ്രാധാന്യം നമുക്കുണ്ട്. എന്നാൽ ഈ പറയുന്ന അഖ്ലാഖിന്റെ ഒരു വശം, സ്വഭാവത്തിന്റെ വശം, ജീവിതത്തിൽ ഇബാദത്തുകൾ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത, അത് പല ആളുകളും അവഗണിച്ചിട്ടുണ്ട്. പല ആളുകളും ഇൽമിനോട് ഭയങ്കര താല്പര്യമായിരിക്കും, എന്നാൽ ഇബാദത്തിന്റെ വിഷയത്തിലോ ഒരു ശ്രദ്ധ ഉണ്ടാകൂല. അപ്പൊ സലഫുകളുടെ ജീവിതം നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും ആധുനികന്മാരായ ഉലമാക്കളുടെ ജീവിതം, സലഫി ഉലമാക്കളുടെ ജീവിതം വായിച്ചാൽ തന്നെ നമുക്ക് അത്ഭുതം ഉണ്ടാകും.
ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ജീവിതമൊക്കെ നമ്മൾ ഒരു ആവർത്തിയെങ്കിലും നിർബന്ധമായും വായിച്ചിരിക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു അമുസ്ലിമായ വ്യക്തി, അദ്ദേഹം വിശ്വാസി ആയതിനു ശേഷം ഷെയ്ഖ് ഇബ്നു ബാസിനെ കാണാൻ വന്നു. ഷെയ്ഖ് ഇബ്നു ബാസിനെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസിന് ഇത്രയും നല്ല സ്വഭാവമുണ്ടെങ്കിൽ റസൂലിന്റെ സ്വഭാവം എത്ര ഉന്നതമായ സ്വഭാവമായിരിക്കുമെന്നാണ് ആ പറയുന്ന ആൾ രേഖപ്പെടുത്തിയത്. അത്രയും നല്ല സ്വഭാവമാണ് എന്നാണ്. അപ്പൊ അത് അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനിന്റെ ആസ്വാദനം, ദീനിന്റെ രുചി, ദീനിനുള്ള സൗന്ദര്യം, ഇതൊക്കെ വ്യക്തമാകണമെങ്കിൽ പണ്ഡിതന്മാരുടെ കൂടെ എന്ത് ചെയ്യണം? ജീവിക്കണം. അവര് 1, 2, 3 മണിക്കൂർ നിസ്കരിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വ്യത്യസ്തമാണ്. വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യൂല, ലഭിക്കൂല. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ അവർ അത്രയും അടിയുറച്ചു നിൽക്കാനുള്ള കാരണം എന്താ? റസൂലിനെ നേരിട്ട് കാണാൻ, റസൂലിന്റെ ജീവിതം അവർ നേരിട്ട് ദർശിക്കാൻ. അത്രയും നല്ല പെരുമാറ്റം. ലോകത്ത് അവർ കണ്ടുമുട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അങ്ങനെ പെരുമാറാൻ സാധിച്ചിട്ടില്ല. ആ റസൂലിനെ കണ്ടു വളർന്ന സഹാബത്തിന് ദീന് എന്നത് അവർക്ക് അവരുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എല്ലാത്തിനേക്കാളും ഉന്നതമാകാനുള്ള കാരണം അവർക്ക് അതിലൊരു ആസ്വാദനം കണ്ടെത്താൻ സാധിച്ചിരുന്നു. യഥാർത്ഥ ദീൻ റസൂലിൽ നിന്ന് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ജീവിതം വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ദീൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇൽമിന്റെ മാർഗം മാത്രമല്ല, ഇബാദത്തിന്റെ മാർഗം കൂടിയാണ് യഥാർത്ഥ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വയസ്ദാദുല്ലദീന ആമനു ഈമാനൻ വയസീദുല്ലാഹുല്ലദീന ഇഹ്തദൗ ഹുദൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണോ ഹിദായത്ത് സ്വീകരിക്കുന്നത് അവന്റെ ഹിദായത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇനി 4ാമത്തെ ഖായിദ, കുല്ലു ഫിഇലിൻ നുഫിയൽ ഈമാനു അൻ ഫാഇലിഹി ഫലിഹുർമതിഹി വകുല്ലു ഫിഇലിൻ നുഫിയൽ ഈമാനു അൻ താരികിഹി ഫലിവുജൂബിഹി. അടിസ്ഥാനപരമായ ഖായിദയാണ്. ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുഅ്മിനല്ല എന്ന് ചില ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന്. ചില ഹദീസിൽ പറഞ്ഞു ഓൻ എന്തല്ല, ഇന്ന പ്രവർത്തനം ചെയ്താൽ അവൻ മുഅ്മിനല്ല എന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന്. ഉദാഹരണം, ലാ യസ്നി അസ്സാനി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചരിക്കുന്ന ഒരാൾ വ്യഭിചരിക്കുകയില്ല, എങ്ങനെയായിരിക്കെ? അവൻ മുഅ്മിനായിരിക്കെ വ്യഭിചരിക്കുകയില്ല എന്നാണ്. അതായത് യഥാർത്ഥ ഈമാൻ ഉണ്ടെങ്കിൽ അവൻ വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു കള്ളൻ, ഒരു മോഷ്ടിക്കുന്ന വ്യക്തി, അവൻ മോഷ്ടിക്കുകയില്ല എപ്പോൾ? ഈമാനിലായിരിക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? അവന്റെ ഈമാനിനെ അള്ളാഹു നിഷേധിച്ചു, ഈമാൻ ഇല്ല എന്ന് പറഞ്ഞു. ഈമാൻ ഇല്ല എന്ന് പറഞ്ഞത് പൂർണ്ണമായി മുഅ്മിനല്ല എന്നാണോ? അല്ല. അവന്റെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഈമാൻ എന്തല്ല, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, യഥാർത്ഥ മുഅ്മിനായിട്ടില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലാ യുഅ്മിനു അഹദുകും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നമ്മുടെ മക്കളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? റസൂലിനെയാണ്. ആ റസൂലിനെ സ്നേഹിക്കുന്നതുവരെ നമ്മുടെ ഈമാൻ എന്താവൂല, പൂർണ്ണമാവുകയില്ല എന്ന്. അപ്പൊ ഇവിടെ ഈമാൻ ലാ യുഅ്മിനു എന്നാ പറഞ്ഞത്. ഈമാനിനെ നിഷേധിച്ചു, അല്ലെ? ഈമാനിനെ നിഷേധിച്ചു. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു അടിസ്ഥാനം എന്നുള്ളത്, എല്ലാ മുഅ്മിനും എന്തല്ല, മുസ്ലിം അല്ല. കുല്ലു മുഅ്മിനിൻ ഫഹുവ മുസ്ലിം വലാ അക്സ്. എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, പക്ഷെ എല്ലാ മുസ്ലിം എന്തല്ല, മുഅ്മിനല്ല. അതായത് മുസ്ലിം, മുഅ്മിൻ, അടുത്തത് മുഹ്സിൻ എന്നുള്ളതാണ്. മുഹ്സിൻ ആയിക്കഴിഞ്ഞാൽ മുഅ്മിനുമാണ് മുസ്ലിമുമാണ്. നാം മുസ്ലിം ആയിക്കഴിഞ്ഞാൽ മുഅ്മിനാകണമെന്ന് നിർബന്ധമില്ല. നാം മുഅ്മിനായാലോ മുസ്ലിം ആകണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ മുഅ്മിൻ അതല്ലെങ്കിൽ മുഹ്സിൻ എന്ന ദറജയിലേക്ക് എന്ത് ചെയ്യണം? എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഹ്സാനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണം. ഇനി അടുത്ത ഖായിദ, വമൻ തറക സ്വലാത ഫഖദ് കഫറ വലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാ മൻ തറകഹ ഫഹുവ കാഫിർ വഖദ് അഹല്ലല്ലാഹു ഖത്ലഹു. ആരെങ്കിലും ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് കഫർ, അവൻ കാഫിറാണ്. വലൈസ മിനൽ അഅമാലി ശൈഉൻ, അമലുകളുടെ കൂട്ടത്തിൽ ഒന്നുമില്ല. തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാ, ഒഴിവാക്കി കഴിഞ്ഞാൽ കുഫ്റാകുന്നതായി ഒന്നുമില്ല നിസ്കാരമല്ലാതെ. മൻ തറകഹ ഫഹുവ കാഫിർ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ്. വഖദ് അഹല്ലല്ലാഹു ഖത്ലഹു, അള്ളാഹു അവനെ വധിക്കുക എന്നത് ഹലാലാക്കിയിട്ടുണ്ട് എന്ന് പറയും. ഇത് ഒരു ഖിലാഫിയായ മസ്അലയാണ്.
നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കാഫിറാകുമോ ഇല്ലേ എന്നത് അൽ മസ്അലത്തുൽ ഖിലാഫിയ്യ, ഖിലാഫുള്ള മസ്അലയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടവസ്ഥകളാണുള്ളത്. നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് എത്ര അവസ്ഥകളുണ്ട്? രണ്ടവസ്ഥകൾ. ഒന്നാമത്തെ അവസ്ഥ നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ നിഷേധിക്കുന്നവനാണ്. നിസ്കാരം വാജിബാണ് എന്നതിനെ നിഷേധിക്കുന്നവൻ. അങ്ങനെ നിഷേധിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? നിസ്കരിക്കണില്ല. അവന്റെ വിഷയത്തിൽ അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. ഫഹാദ മുത്തഫഖുൻ അലാ കുഫ്രിഹി ബൈനൽ ഉലമ, ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖാണ്, യോജിച്ച കാര്യമാണ്. ഒരാൾ നിസ്കാരത്തിന്റെ വുജൂബിയത്തിനെ, നിർബന്ധത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഓൻ അവിശ്വാസിയാണ് എന്നത്. കാരണം എന്താ ചെയ്യുന്നത്? ഖുർആനിനെയും സുന്നത്തിനെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു നിസ്കാരം നിർബന്ധമാണ് എന്ന്, പക്ഷെ അവൻ എന്താ പറയുന്നത്? അത് നിർബന്ധമല്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ദീനിൽ അറിയപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മൻ അൻകറ മഅലൂമൻ മിനദ്ദീനി ബിൽളറൂറ ഫഹുവ കാഫിർ, എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് അതൊരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഇത്തിഫാഖുണ്ട്. നിസ്കാരത്തിന് വുജൂബിയത്തിനെ നിഷേധിച്ചു എന്നിട്ട് നിസ്കരിക്കണില്ല, അവൻ കാഫിറാണ് എന്നതിൽ സംശയമില്ല. ഇനി ഖിലാഫുള്ളത് എവിടെയാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുംഹൂറുൽ ഉലമ, ഉലമാക്കളുടെ കൂട്ടത്തിൽ ഷാഫിഇയാക്കളും മാലിക്കിയാക്കളും ഹനഫിയാക്കളും, ഈ മൂന്ന് വിഭാഗവും പറയുന്നത് ഒരാൾ നിസ്കാരത്തിന് നിർബന്ധത്തെ നിഷേധിച്ചിട്ടില്ല, നിസ്കാരം ഒഴിവാക്കി, നിസ്കാരം ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് നിസ്കാരം ഒഴിവാക്കുന്നുണ്ട്, അങ്ങനെയുള്ളവനെ കുറിച്ച് ഈ പറയുന്ന മൂന്ന് മദ്ഹബും വിധിച്ചത് ഫാസിഖാണെന്ന്. എന്നാൽ ഹംബലിയാക്കൾ പറയുന്നത് കാഫിറാണെന്ന്. ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ ആരാകും? കാഫിറാകും. എന്നാൽ മറ്റു മൂന്ന് മദ്ഹബുകൾ പറയുന്നത് ഫാസിഖാകും എന്നുള്ളത്. എന്താണ് ഈ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത് രണ്ട് രൂപത്തിലാണ് ഒരാൾ നിസ്കാരത്തെ ഒഴിവാക്കുക. രണ്ട് രൂപത്തിൽ. ഒരാൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായും നിസ്കാരത്തെ ഒഴിവാക്കുന്നു. അവൻ ജനിച്ചതിന് ശേഷം മുസ്ലിമായി ജനിച്ചു എന്നതല്ലാതെ അവൻ നിസ്കരിച്ചിട്ടില്ല, പള്ളിയിലേക്ക് പോകുന്നില്ല. ചില ആൾക്കാരുണ്ടാവും, ചില നാടുകളിലൊക്കെ ഉണ്ടാകും, പേരുകൊണ്ട് മുസ്ലിമാണ്, പക്ഷെ പള്ളി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, നിസ്കരിക്കണില്ല. നിസ്കാരം ആവശ്യമില്ലാന്ന് നിൽക്കണം, നിസ്കരിക്കാതെ ഇങ്ങനെ ജീവിക്കാണ്. മുസ്ലിമാണെന്ന് വെച്ചാൽ അവൻ പറയും മുസ്ലിമാണ്. അവൻ മുർത്തദ്ദാണ്, കാഫിർ. ഇങ്ങനെ ഒരുത്തൻ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ മുർത്തദ്ദും കാഫിറുമാണ്. അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം എന്നാണ്. അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിലും അവനെ വധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? എത്തിപ്പെടും. ഇസ്ലാമിക രാജ്യത്തുള്ള ശിക്ഷയാണ്, ഇസ്ലാമിക രാജ്യത്തുള്ള ശിക്ഷ. എന്നാൽ അതേ സമയത്ത് ഒരാൾ നിസ്കാരം നിർബന്ധമാണെന്ന് അംഗീകരിക്കുന്നു, എന്നാൽ ചില സമയത്ത് എന്ത് ചെയ്യൂല? നിസ്കരിക്കൂല. മറ്റവനെ പോലെയല്ല, ആദ്യത്തെ അവസ്ഥ പോലെയല്ല. ആദ്യത്തെ അവസ്ഥ എങ്ങനെയാണ്? മൊത്തത്തിൽ നിസ്കാരം ഒഴിവാക്കി. രണ്ടാമത്തെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കാരം ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒഴിവാക്കുന്നവന്റെ വിഷയത്തിൽ ഏറ്റവും പ്രബലമായി ഷെയ്ഖുൽ ഇസ്ലാം തന്റെ അഭിപ്രായമായി പറയുന്നത് അന്നഹു ലാ യുകഫർ വ ഇന്നമാ യുഅതബറു മിൻ അസ്ഹാബിൽ കബായിർ, അവനെ കാഫിറാക്കാൻ പറ്റൂല, അവൻ കബായിർ ചെയ്ത ആളാണ്, വൻപാപം ചെയ്ത വ്യക്തിയാണ് എന്നാണ്. ഞാൻ പറഞ്ഞു ഇത് ഖിലാഫിയായ മസ്അലയാണ്. ചിലപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെതല്ലാത്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എന്ത് പറയാം? അല്ല, കാഫിർ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകാം. പക്ഷെ ഈ വിഷയത്തിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് പരസ്പരം അടിപിടി കൂടുക, രണ്ട് ടീമുകളായി മാറുക, അതൊരിക്കലും പറ്റൂല. ഒരാൾ പറയാണ് കാഫിറാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിച്ചോട്ടെ, പ്രശ്നമില്ല. എന്നാൽ മറുവിഭാഗത്തുള്ള ഒരാൾ പറയാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും അടുത്തായി ഖുർആനോടും ഹദീസിനോടും യോജിക്കുന്നതായി തോന്നുന്നത് എന്ന് പറഞ്ഞ് അത് പ്രബലപ്പെടുത്തിയാലോ? അതുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം, പ്രശ്നമില്ല. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ആ രൂപത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കുഫറിലേക്ക് എത്തുകയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമുള്ള വിഷയമാണ്. നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കാരണം ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ കണക്ഷനാണ് നിസ്കാരം. അതുമാത്രമല്ല, ഒരാളെ അടിസ്ഥാനപരമായി മുസ്ലിം ആണെന്ന് പറയണമെങ്കിൽ 5 വക്ത് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. 5 വക്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം അശ്രദ്ധ മൂലം ഇടയ്ക്കിടെ നിങ്ങൾക്ക് വിട്ടുപോകുന്നുണ്ട് എങ്കിൽ വളരെ അപകടമാണ്, വളരെ അപകടത്തിന്റെ സൂചനയാണ് അത് നൽകുന്നത് എന്ന ഓർമ്മ വേണം. അത് ചുരുങ്ങിയതൊരു മുസ്ലിം ആകണമെങ്കിൽ 5 വക്ത് നിസ്കരിക്കണം, 5 വക്ത് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ അലംഭാവമാണ് വരുന്ന ഒരു തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുന്ന ഒരു തലമുറയിൽ, പ്രത്യേകിച്ചും കുട്ടികളിൽ
പെൺകുട്ടികളില് സ്കൂളിൽ പോകുന്ന 8ഉം 9ഉം 10ലും പഠിക്കുന്ന കുട്ടികൾ അവർ വളരെ ലാഘവത്തോടുകൂടി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നെന്ത് ചെയ്യാണ് അവർ പറയാൻ. അതിന്റെ ഗൗരവം എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 5 വഖത്ത് നിസ്കരിക്കാത്തവൻ മുസ്ലിം ആകൂല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പള്ളിയിലേക്ക് വരുന്നൊരവസ്ഥ പുതിയ ജനറേഷനില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കാണുന്ന നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾ, അവരെ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. കുടുംബത്തിൽ ആരെങ്കിലും അപ്പുറത്ത് വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ അയൽവാസികളുണ്ട്, അവൻ പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനമായിരിക്കും പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം അവൻ നമ്മെക്കാളും മുമ്പ് സുബിഹി ജമാഅത്തിന് വന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കൺകുളിർമ, അത് വാക്കുകൾക്ക് അതീതം. അതായത് നമ്മൾ കാരണത്താൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആളുകൾ വരണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാറും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി അവർക്ക് അതിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർ നിസ്കരിക്കാൻ വരുന്ന അവസ്ഥ ഉണ്ടാകും. നമുക്കറിയാം, ഒരുപാട് കുട്ടികളുണ്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം വളരെ കൃത്യമായി അവരുടെ വീടുകളിൽ അവരുടെ പിതാവ് പോലും പള്ളിയിലേക്ക് വരുന്നില്ല. എന്നാൽ ഈ കുട്ടി എന്ത് ചെയ്തു, നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന്റെ പ്രാധാന്യവും മറ്റൊക്കെ ബോധ്യപ്പെടുത്തതിന് ശേഷം സുബഹിക്ക് വളരെ കൃത്യമായി ഒറ്റക്ക് ഉപ്പാന്റെ സ്കൂട്ടി എടുത്തിട്ട് എന്ത് ചെയ്യാണ്, പള്ളിയിലേക്ക് വരിക. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ വളരെ കണിശതയുള്ള ആളാകണം. നമ്മൾ ഫർദ് നിസ്കാരത്തിൽ കണിശത ഉണ്ടാകണമെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിൽ എന്തുണ്ടാകണം, കണിശത ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും സുന്നത്തിൽ കണിശതയുള്ള ഒരാൾ എന്ത് ചെയ്യൂല, ഫർദ് എന്തായാലും ഒഴിവാക്കൂല. അതായത് സുന്നത്തിന്റെ കണിശത പോയി കഴിഞ്ഞാൽ പതിയെ പതിയെ എന്ത് കുറയും, ഫർദിന്റെ കണിശതയും കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ആകെ താറുമാറാകും. ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകൂല. അതുകൊണ്ട് നമ്മൾ ആദ്യം ശരിപ്പെടുത്തേണ്ടത് 5 വഖത്ത് നിസ്കാരം, അതിനുശേഷം നമ്മുടെ റവാത്തിബ് നിസ്കാരം, അതോടൊപ്പം നമ്മൾ ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ രാത്രി നിസ്കാരം. രാത്രി നിസ്കരിക്കാൻ സാധിക്കുക, എഴുന്നേൽക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖിനും അനുഗ്രഹത്തിനും പാത്രരായ ആളുകൾക്ക് മാത്രമേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണം. അതാണ് റുജൂലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ കരയാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് വല്ലാത്ത ഈമാൻ ഉണ്ടാകും. അന്നത്തെ ദിവസത്തിന് മറ്റു ദിവസങ്ങൾക്കില്ലാത്ത പ്രത്യേകത ഉണ്ടാകും, മറ്റു ദിവസങ്ങൾക്കില്ലാത്ത അനുഗ്രഹം ഉണ്ടാകും. പക്ഷെ എഴുന്നേൽക്കുന്ന ആളുകൾ വളരെ തുച്ഛാണ്, വളരെ തുച്ഛാണ്. അവിടെയാണ് നമ്മുടെ ഈമാൻ അളക്കപ്പെടുക, യഥാർത്ഥ മുഅ്മിൻ ആര് എന്ന് അളക്കപ്പെടുക ആ സന്ദർഭത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, മൻ യസ്അലുനി, എന്നോട് ആരാണ് ചോദിക്കാനുള്ളത്, മൻ യസ്തഗ്ഫിറുനി, എന്നോട് ആരാണ് ഇസ്തിഗ്ഫാറിനെ തേടാനുള്ളത്. പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങാണ്. അപ്പം ആ സമയത്ത് എഴുന്നേൽക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുക തന്നെ വേണം. ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ തഹജ്ജുദിലൂടെ അവരുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട അനുഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളിൽ ഏറ്റവും വലിയ മാറ്റം തഹജ്ജുദ് നിസ്കാരം കൊണ്ടുവരലാണ്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ പണിപ്പെടേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു മത്തനിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. വഖൈറു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിഹ അബൂബക്ർ സിദ്ദീഖ് സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അഹ്ലുസുന്നക്കിടയിൽ ഇത്തിഫാഖായ യോജിച്ച കാര്യമാണ്. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് ഫضലുകൾ വന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ് അശറത്തുൽ മുബശ്ശിരീൻ 10 ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട 10 ആളുകളുണ്ട്. അവരിൽ 9 ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫضൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കരങ്ങളിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന്. 10ാമത്തെ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങേയറ്റം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മത്സരിച്ച് പറഞ്ഞത്, ഇനി എനിക്ക് എന്താ പറ്റൂല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാൻ പറ്റൂല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. യുദ്ധത്തിന് തബൂക്കിന്റെ സമയത്ത് ഒന്നുമില്ല, എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ പകുതിയുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഇന്ന് ഞാൻ എന്ത് ചെയ്യും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കും എന്ന് പറഞ്ഞു വരികയാണ്. അവിടെ എത്തുമ്പോഴാണ് അറിഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ മറികടന്നിട്ടുണ്ട്. എല്ലാം കൊണ്ട് എന്ത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൾ എന്താ ചെയ്തത്, ഉപ്പാപ്പ വീട്ടിലുണ്ട്,
ഉപ്പാപ്പ പറയാണ് എവിടെയാണ് ഉപ്പ സ്വത്തൊക്കെ വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്, പണമൊക്കെ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ മകൾ എന്ത് ചെയ്തു, കുറെ കല്ല് നിറച്ചിട്ട് പറഞ്ഞു ഇപ്പൊ കണ്ണ് കാണുന്നില്ല, അബൂ ഖുഹാഫക്ക് കണ്ണ് കാണുന്നില്ല, ഇതാ നിങ്ങൾ തൊട്ട് നോക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് നോക്കിയപ്പോ ഒന്നുമില്ല, അതില് തൊട്ട് നോക്കിയപ്പോ കല്ലുകളുണ്ട്. അപ്പൊ മനസ്സിലായി പണമൊക്കെ ഉണ്ട്, എന്ത് ചെയ്തിട്ടില്ല, ഉപ്പ ചെലവഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഉപ്പയുടെ അതേ സ്വഭാവമുള്ള മകൾ, ദീനിനു വേണ്ടി സേവിക്കുന്ന മകൾ എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് അമലുകൾ കൊണ്ട് മുന്നേറിയ ആളല്ല, മറിച്ച് മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ എന്ത് ചെയ്തിരുന്നു, ഈമാൻ രൂഢമൂലമായിരുന്നു എന്നാണ്. അതാണ് റസൂല് പറയുന്നത്. ഒരിക്കൽ ചെന്നായ സംസാരിക്കാണ്, സ്വഹാബാക്കളൊക്കെ മുമ്പിലുണ്ട്. അപ്പോൾ അത്ഭുതപ്പെട്ട് ചോദിക്കാണ് ചെന്നായ സംസാരിക്കുകയെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനും വിശ്വസിച്ചിട്ടുണ്ട്, അബൂബക്കറും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആ സദസ്സിലില്ല, എന്നിട്ടും റസൂലിന് ഉറപ്പാണെന്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിലും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില അഭിപ്രായങ്ങൾ പറയും, ആ അഭിപ്രായത്തോട് യോജിച്ചിട്ടാണ് ഖുർആൻ എന്ത് ചെയ്യാ പറയാന്നാണ്. പല സന്ദർഭത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ധീരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയുടെ സന്ദർഭം വിവരിക്കുന്ന ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഹിജ്റക്ക് എങ്ങനെയാ പോവുക, ഉമർലാൻ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും യത്തീമുകളാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഞാൻ ഹിജ്റക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാകണം, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അത്ര ധീരതയോട് കൂടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയതെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ സ്വാഹിബ് ഹിദായത്തിലാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മുടെ കൂടെയുള്ള ഒരാൾ ഹിദായത്തിൽ എത്തണമെന്ന് അതിയായി ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ, മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ 3 ആളുകളുണ്ട്. ഹിയാഷ് ഉണ്ട്, ഹിഷാം ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ 3 ആളുകളും പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് എത്തണം. ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാണോ എത്തുന്നത് അവരവിടുന്ന് യാത്ര പോകണം. ആരെങ്കിലും ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, അവരെ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ 2 ആളുകളെ എത്തുള്ളൂ. ഒരാൾ എന്ത് ചെയ്യും, പിടിക്കപ്പെടും. 2 ആളെത്തും. അതിലൊരാൾ മദീനയിലേക്ക് എത്തി, റസൂലിന്റെ അടുക്കലേക്ക് എത്തി, മദീനയിലേക്ക് എത്തി. റസൂൽ അവസാനമാണ് എന്ത് ചെയ്യാം, ഹിജ്റക്ക് വരും. അങ്ങനെ മദീനയിലേക്ക് എത്തി. മുശ്രിക്കുകൾ ചെയ്ത പണിയുണ്ട്. മുശ്രിക്കുകൾ മദീനയിലേക്ക് വന്നിട്ട് ചില ആളുകളെ റാഞ്ചി കൊണ്ടുപോയി, ഇവിടേക്ക് മക്കൾക്ക് വീണ്ടും എന്ത് ചെയ്തു, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂട്ടത്തിലുള്ള ആള് അബൂജഹലിന്റെ കുടുംബക്കാരനാണ്. അബൂജഹലും വന്നു, അബൂജഹലിന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് തീരെ വയ്യ, നീ എന്ത് ചെയ്യണം, തിരിച്ച് മക്കയിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഉമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരാളുടെ ഇമോഷനെ തൊട്ടിട്ടാണ് എന്ത് ചെയ്തത്, സംസാരിച്ചത്. ഞാനിക്ക് എന്തായാലും മടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു വളരെ ദീർഘവീക്ഷണമുള്ള ആളാണ്. ഉമർ റളിയല്ലാഹു ഒരു 10 അടി മുന്നാണ് എന്ത് ചെയ്യുക, ഉമർ റളിയല്ലാഹു കാര്യങ്ങൾ ചിന്തിക്കുക. 10 അടി മുമ്പിലായിരിക്കും ഉമർ റളിയല്ലാഹു ഉണ്ടാകും. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നീ പോകരുത്, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് നഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മയാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ. അത് മാത്രമല്ല എൻ്റെ സ്വത്ത് അവിടെ ഉണ്ട്, കാരണം മുഹാജിറാണല്ലോ, ഹിജ്റ ചെയ്തു വന്നാണ്, സ്വത്ത് അവിടെ ഉണ്ട്, ഞാൻ സ്വത്ത് കൊണ്ട് എന്ത് ചെയ്യാ, തിരിച്ചു വരാന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ട് കേൾക്കണില്ല, ഞാൻ പോവുകയാണെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു എന്ത് പറഞ്ഞിട്ടില്ല, നീ പോവുകയാണെന്ന് തന്നെ തീരുമാനിച്ചില്ല, നീ പോയി തൊലയി എന്നാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കുതിര ഞാൻ നിനക്ക് തരാം. എന്തെങ്കിലും ഒരു അപകട സൂചന നിനക്ക് മണക്കുകയാണെങ്കിൽ, അബൂജഹൽ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം, ഈ കുതിരയുമായിട്ട് നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുതിരയെ കൊടുത്തു. അങ്ങനെ ആ കുതിരയും കൊടുത്ത് അദ്ദേഹം യാത്ര തിരിച്ചിട്ട് യാത്രയുടെ മധ്യത്തെത്തുമ്പോൾ അബൂജഹൽ വലിയ തന്ത്രജ്ഞനാണ്. അബൂജഹൽ പറഞ്ഞു, എൻ്റെ കുതിരക്ക് തീരെ വയ്യ, എന്ത് ചെയ്യണം, കുതിര ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി അദ്ദേഹത്തെ എന്ത് ചെയ്തു, മക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ആയത്തിറങ്ങുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ആ ആയത്തിറങ്ങുന്നത് ഇവരുടെ വിഷയത്തിലായിരുന്നു. ഇവരാകെ വിഷമത്തിലായി. കാരണം ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. മുഹാജിരീങ്ങളാണ് അൻസാരികളെക്കാളും ശ്രേഷ്ഠതയുള്ള ആളുകൾ. പക്ഷേ ഹിജ്റ പോയി എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണ്, കുഫറിന്റെ രാജ്യത്തിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു കത്തെഴുതിയെന്നാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു വരണം, അള്ളാന്റെ റഹ്മത്ത് ബാക്കിയുണ്ട്, അള്ളാന്റെ റഹ്മത്ത് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല, നിങ്ങൾ എന്തായാലും തിരിച്ചു വരണം എന്ന് പറഞ്ഞ് കത്തെഴുതുകയും തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ സാഹോദര്യം നോക്കിയേ, ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. കാലങ്ങൾക്ക് ശേഷവും തൻ്റെ കൂട്ടുകാരൻ അവൻ എന്ത് ചെയ്യണം, ഇസ്ലാമിന്റെ മാധുര്യം നുകരണം,
ഇസ്ലാമിന്റെ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് തന്നെ, സ്ഥലത്തിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് നസീഹത്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിൽ എന്നുള്ളതാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് രണ്ടാമത്തേതായിട്ട് ശ്രേഷ്ഠനായ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ശേഷം സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നുഖദ്ദിമു ആഹുലാഹി സലാസ. ഈ പറയുന്ന മൂന്നാളുകളെ നമ്മൾ മുന്തിക്കും. കമാ ഖദ്ദമഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖ്തലിഫു ഫീ ദാലിക്. ഈ വിഷയത്തിൽ അവർ എന്ത് ചെയ്തിട്ടില്ല, അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും ഖിലാഫുണ്ട്. ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന വിഷയത്തിൽ. പക്ഷെ പ്രബലമായ അഭിപ്രായം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ലഈഫായ ഹദീസുകളും മൗലൂആയ ഹദീസുകളും ഉണ്ടാക്കപ്പെട്ടത് എന്നാണ്. ആരെ പണിയാണത്? ഷിയാക്കളെ പണി, റാഫിലിയാക്കളെ പണിയാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ചെറുതാക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ എപ്പോഴൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ അതൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. ഈ അടുത്ത് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞെന്തെന്നറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ആലു ഷെയ്ഖിനെ സ്വർഗത്തിൽ ആലു ഷെയ്ഖിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ അവരുടെ കൂടെ ആക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അതിന്റെ ലക്ഷ്യം എന്താ? ഷിയാക്കളാ പ്രാർത്ഥിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ചിടത്തോളം എന്താ? അവിശ്വാസികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ആരെ ഉൾപ്പെടുത്തണം? ആലു ഷെയ്ഖിനെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരു അഹ്ലുസുന്നയിലെ ആളുകൾ കാണുമ്പോൾ അതിനെന്താ മറുപടി കൊടുക്കുക? ആമീൻ എന്നാ മറുപടി കൊടുക്കുക. എന്നൊരു ഷീ കണ്ടാലോ ആമീൻ തന്നെയാണ് അതിന് മറുപടി കൊടുക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ വിഷയത്തിലും ഒരുപാട് ഫദ്ലുകൾ. ഒന്നാമത്തേത് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിന്റെ മകളുടെ ഭർത്താവാണ്. അതോടൊപ്പം സ്വർഗത്തിലെ യുവാക്കൾ, സ്വർഗത്തിലെ 2 യുവാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അലി റളിയല്ലാഹുവിന്റെ മക്കളാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു എന്നാണ്. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിരുന്നു, തബൂക്ക് യുദ്ധത്തിൽ ഒഴികെ. അതോടൊപ്പം അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. ഉലമാ ഉൻ നഫ്സ്, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അന്നൽ ഖായിഫ ലാ യനാം, പേടിയുള്ള ഒരു വ്യക്തി ഉറങ്ങുകയില്ല എന്ന്. ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ അയാൾ ഉറങ്ങുമോ? ഒരാൾക്ക് ഭയങ്കര പേടിയാണ്, ശത്രുക്കൾ വരും എന്ന് പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? ഉറങ്ങൂല. ഇങ്ങനെ കാത്തു പതുങ്ങി എന്ത് ചെയ്യും? നിൽക്കുന്നതാണ്. എന്നാൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് സൊഫിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ, യുദ്ധത്തിന് സൊഫിൽ എന്ത് ചെയ്യും? നിൽക്കും. അലി റളിയല്ലാഹു തൂങ്ങുന്നുണ്ടാവുന്നതാണ്. അലി റളിയല്ലാഹു ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും, ഇങ്ങനെ തൂങ്ങുന്നുണ്ടാവും. കാരണം അലി റളിയല്ലാഹു അത്രയും ധീരനായിരുന്നു എന്നാണ്. അത്രയും ധീരത അലി റളിയല്ലാഹു ഉണ്ടായിരുന്നു. യുദ്ധമുഖത്ത് നിൽക്കുകയാണ്, രണ്ടാമത്തെ സൊഫിൽ നിന്നിട്ട് ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അലി റളിയല്ലാഹു അത് വിഷയമല്ല, അത് ഒരു വിഷയമേ ആയിരുന്നില്ല എന്ന് അലി റളിയല്ലാഹുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യുഫ്തഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ഞാൻ നാളെ എന്ത് ചെയ്യും? യുദ്ധത്തിന്റെ പതാക ഒരാൾക്ക് കൊടുക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത അള്ളാഹുവും റസൂലുഹും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. പേര് പറഞ്ഞില്ല, റസൂൽ ആരെന്ന് പറഞ്ഞില്ല. സഹാബാക്കൾ രാത്രി മൊത്തം ചർച്ചയാണ്, ആരായിരിക്കും അത്? കാരണം അവിടെ വന്ന സാക്ഷി എന്താ? അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സഹാബാക്കൾ എല്ലാ ആളുകളും അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം അത് നേരിട്ട് റസൂൽ പറയാം. അപ്പൊ ആരായിരിക്കും എന്നുള്ളത് രാത്രി മൊത്തം ചർച്ച ചെയ്തു എന്നാണ്. പിറ്റേന്നാണ് അറിയുന്നത് അതാരാണ്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. സുമ്മ ബഅദ ആഹുലാഹി അസ്സലാസ, ഈ 3 ആളുകൾക്ക് ശേഷം, ഈ പറയുന്ന 3 ആളുകൾക്ക് ശേഷം അബൂബക്കർ, അതേപോലെ തന്നെ ഉമർ, ഉസ്മാൻ, അലി, ഈ പറയുന്ന ആളുകൾക്കൊക്കെ ശേഷം വരുന്നത് അസ്ഹാബുശൂറ അൽ ഖംസ. അസ്ഹാബുശൂറ അൽ ഖംസ, ഷൂറയുടെ ആളുകൾ എന്നാണ്. അസ്ഹാബുശൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മരണത്തിന് ശേഷം ആരാണ് ഖലീഫയാകേണ്ടത് എന്നതിനു വേണ്ടി ഒരു
കുറച്ച് ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ആര്? അസ്ഹാബു ഷൂറ. അപ്പൊ ഈ പറയുന്ന ഖലീഫമാര് കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ ആളുകൾ ഈ പറയുന്ന അസ്ഹാബു ഷൂറയാണ്. അതിൽപ്പെട്ട ആളാണ് സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ്. ഇവരുടെയൊക്കെ ചരിത്രത്തിലൊക്കെ വളരെ പ്രസിദ്ധമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വിവരിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്, അതിന് സമയം വളരെ കുറവാണ്. കുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ വ കുല്ലുഹും ഇമാം. എല്ലാ ആളുകളും ഖിലാഫത്തിന് അർഹരാണ്, എല്ലാ ആളുകളും ഇമാമീങ്ങളുമാണ്. വയദ്ഹബു ഫീ ദാലിക ഇലാ ഹദീസ് ഇബ്നു ഉമർ. ഹദീസു ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുന്നാ നഉദ്ദു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ. റസൂല് ജീവിച്ചിരിക്കെ വഅസ്ഹാബുഹു മുതവാഫിറുൻ, സഹാബാക്കളൊക്കെ ഉണ്ട്. അബൂബക്രിൻ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ നസ്കുത്ത്. മൂന്നാളുകളെയാണ് നമ്മൾ മുന്തിച്ചിരുന്നത്. ആരൊക്കെ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പൊ ഈ മൂന്നാളുകൾ എന്ത് ചെയ്തിരുന്നു? ആ കാലത്ത് മുന്തിരിച്ചിരുന്നു എന്ന ഹദീസിൽ വളരെ വ്യക്തമാണ്. അപ്പൊ ഈ പറയുന്ന ഖലീഫമാർ, ശേഷം അസ്ഹാബു ഷൂറ. അസ്ഹാബു ഷൂറക്ക് ശേഷം ആരാണ്? സുമ്മ മിൻ ബഅദി അസ്ഹാബി ഷൂറ അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ. ബദ്രീങ്ങളാണ്. അസ്ഹാബു ഷൂറക്ക് ശേഷം ബദ്രീങ്ങളാണ്. ബദ്രീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരാണ്? മുഹാജിറുകളായ ആളുകളും ഹിജ്റ പോയ ആളുകൾ. അതിനുശേഷം സുമ്മ അഹ്ലു ബദ്രിൻ മിനൽ അൻസാർ, ബദ്രീങ്ങളുടെ കൂട്ടത്തിലെ അൻസാരികളായ ആളുകൾ. മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖദ്രിൽ ഹിജ്റതി വസ്സാബിഖതി അവ്വലൻ ഫഅവ്വലൻ. ആരാണ് ഹിജ്റ പോയത്? ആരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്? അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെന്ത് ചെയ്യുക? പിന്നെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരാണ് അഫ്ളൽ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഖലീഫമാരാണ്, ശേഷം അസ്ഹാബു ഷൂറ, ശേഷം അഹ്ലു ബദറാണ്. അഹ്ലു ബദറിൽ തന്നെ മുഹാജിറുകളാണ്, അൻസാരികളാണ്. ശേഷം ഇസ്ലാമിലേക്ക് മുന്നിൽ വന്ന ആളുകൾ, ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അതോടൊപ്പം ഹിജ്റ പോയ ആളുകൾ എന്നിങ്ങനെയാണ് സഹാബാക്കളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഫضലുള്ള ആളുകൾ. എന്നിട്ട് പറയാണ്, സുമ്മ അഫ്ളലുൻ നാസി ബഅദ ആഹുലാഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖർനുൽ ലദീ ബുഇസ ഫീഹിം. പിന്നെ റസൂലിന്റെ സഹാബാക്കൾക്ക് ശേഷം, ഈ പറഞ്ഞ സഹാബാക്കൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായത് ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച മറ്റു സഹാബാക്കളും. കാരണം റസൂലിനെ കാണുക എന്നുള്ളതാണ് എന്ത്? ഏറ്റവും വലിയ ഫضൽ എന്നുള്ളത്. റസൂലിനെ കാണുക, റസൂലിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുക, അതിനാണ് സുഹ്ബത്ത് എന്ന് പറയും. സുഹ്ബത്ത് ഉണ്ടായി കഴിഞ്ഞാലാണ് അദ്ദേഹം ആരാകുക? സഹാബിയാകുക. സുഹ്ബത്ത് ഉണ്ടാകണമെങ്കിൽ വളരെ കുറഞ്ഞ ഒരു നിമിഷം മതി എന്നാണ്. ആ നിമിഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു? സുഹ്ബത്ത് ഉണ്ടായി. റസൂലിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഓൻ ആരായി? സഹാബിയായി. പിന്നെ അതിനുശേഷം ഒരു താബിഈ വന്നു എന്ന് വിചാരിക്കാം. അതിനുശേഷമുള്ള താബിഈ ഇൽമു കൊണ്ടും അമല് കൊണ്ടും എത്ര ഉന്നതനായാലും ഈ പറയുന്ന സഹാബിയോളം എത്തുകയില്ല എന്നാണ്. അത്രയും ഫضലാണ് സഹാബാക്കൾക്കുള്ളത്. എന്നാൽ ആ സഹാബത്തിനെ ചെറുതാക്കുന്ന, ആ സഹാബത്തിനെ ആളുകൾക്ക് മുമ്പിൽ കൊച്ചാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയോ ഫضലോ ഒന്നും അറിയാതെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുന്നത്. സത്യസന്ധമായി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠനം നടത്തിയാൽ ഒരിക്കലും ആ വിമർശനം ഒക്കുകയില്ല എന്നാണ്. ഖുർആനിൽ അല്ലാഹു സഹാബാക്കളെ കുറിച്ച് എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ തൃപ്തിപ്പെട്ട കൂട്ടത്തിലെ ഒരാളെ എങ്ങനെയാണ് നമുക്ക് മോശം പറയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഫിത്നയുടെ കാലഘട്ടം, സഹാബാക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫിത്നയുടെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സഹാബാക്കളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റം പറയാൻ പാടില്ല എന്ന്. അവർക്ക് അന്ന് അതിനെന്തുണ്ട്? ഇജ്തിഹാദ് ഉണ്ട് എന്നാണ്. അവരുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്തത്. അവരിൽ ചില ആളുകൾക്ക് 2 പ്രതിഫലവും ചില ആളുകൾക്ക് 1 പ്രതിഫലവുമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ അമിതമായി സംസാരിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും നമ്മുടെ സംസാരത്തിൽ ഏതെങ്കിലും ഒരു സഹാബിയെ നമ്മൾ കുറച്ച് കാണുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ അപകടമാണ് അതിലൂടെ ഉണ്ടാകുക. അതോടൊപ്പം മറ്റൊരു ചോദ്യം എന്നുള്ളത്, ഖദീജ റളിയല്ലാഹു അൻഹയാണോ അഫ്ളൽ, അതല്ല ആയിഷ റളിയല്ലാഹു അൻഹയാണോ അഫ്ളൽ? ആരാണ് ഏറ്റവും ഫضലുള്ള ആള്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇസ്ലാമിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും അഫ്ളൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഏറ്റവും അഫ്ളൽ ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സുഹബത്തിന്റെ വിഷയത്തിൽ, സഹാബാക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്നുള്ളത്, ഇഖ്വാനികളായ ആളുകൾ,
ഇഖ്വാനികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ സഹാബാക്കളെ നിശിതമായി വിമർശിക്കാറുണ്ട്. അവരുടെ സ്ഥാനം കുറച്ച് കാണാറുണ്ട്. പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഒരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് പറ്റിയ തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങളാണ് എഴുതിയത്. മൗദൂദി എന്ത് ചെയ്തിട്ടുണ്ട്? മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന് അറബ് ലോകത്ത് സലഫി ഉലമാക്കളൊക്കെ വളരെ കൃത്യമായ ഖണ്ഡനം അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ വിഷയത്തിൽ വളരെ വലിയ സൂക്ഷ്മത ഉണ്ടാകണം. ആരെങ്കിലും സഹാബിയുടെ വിഷയത്തിൽ മോശമായി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റണം. നമുക്ക് വളരെ കൃത്യമായി അതിന് മറുപടി കൊടുക്കാൻ പറ്റണം. കാരണം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ നമുക്ക് എന്തൊക്കെ നിരത്താനുണ്ടാകും. നമ്മൾ അതിനുവേണ്ടി തല്ലുകൂടും. ഓനക്ക് ബാലൻ ഡോർ ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇത്ര കൊല്ലം കളിച്ചിട്ടുണ്ട്, ഇത്ര വയസ്സായിട്ടും കണ്ടില്ല അവൻ്റെ കളി എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഒരു സഹാബിയുടെ വിഷയത്തിലേക്ക് എത്തുമ്പോഴോ ആ സഹാബിയെ കുറിച്ച് നമുക്കറിയില്ല, ആ സഹാബിയുടെ കുടുംബക്കാരെ കുറിച്ച് അറിയില്ല. അത് ഭയങ്കര അപകടമാണ്. അതായത് റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബിയാണ്. ആ സഹാബി ഞാൻ എൻ്റെ സംസാരത്തിലൂടെ ആ സഹാബി എനിക്ക് സംരക്ഷിക്കാൻ പറ്റണം എന്നൊരു നിയത്ത് നമുക്ക് ഉണ്ടാകണം. എൻ്റെ സംസാരത്തിലൂടെ ഒരു സഹാബിയെ വിമർശിക്കുന്ന ഒരു വ്യക്തി, അവനെ മാറ്റാൻ എൻ്റെ സംസാരം നിമിത്തമാകണം എന്നെന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ ജീവിതം നമ്മൾ പഠിക്കണം. അവരുടെ ജീവിതമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരുടെ ജീവിതം കൊണ്ട് മാത്രമേ ഖൈറുള്ളൂ. അതല്ലാത്ത ഏത് വ്യക്തികളുടെ ജീവിതം പരിശോധിച്ചാലും പുറമെ ചിലപ്പോൾ നിങ്ങൾക്കത് നന്മയായി തോന്നാം, പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും? അവർ നരകതുല്യമായ ജീവിതമായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുക. നരകതുല്യമായ ജീവിതം. ഒരുപാട് ആളുകൾ, അറിയപ്പെട്ട ഒരുപാട് ആളുകൾ, ലോകത്തിൽ പ്രസിദ്ധി നേടിയ ഒരുപാട് ആളുകൾ, അവർ മരിക്കുന്നത് എങ്ങനെയാണ്? സൂയിസൈഡ് ചെയ്തിട്ടൊക്കെയാണ് മരിക്കുന്നത്. ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലീവിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്ന ഡേൽ കാർണിഗിന്റെ പുസ്തകം. അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാ? സൂയിസൈഡാണ്. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് സന്തോഷകരമായി ജീവിക്കാന്നാണ്, എങ്ങനെയാണ് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം മരണപ്പെടുന്നതോ സൂയിസൈഡിലൂടെ. അതായത് ഇസ്ലാം കൃത്യമായി ഉൾക്കൊള്ളാതെ ഭൗതികമായി എത്ര തന്നെ ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യും? നമ്മൾക്ക് അപജയം സംഭവിക്കും. അവിടെയാണ് നമ്മൾ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കുക. വല്ലാത്തൊരു അഭിമാന നിമിഷമാണത്. അൽഹംദുലില്ലാ. ഇനി അടുത്തത് വസ്സംഉ വത്വാഅ ലിൽ അഇമ്മത്തി വഅമീരിൽ മുഅ്മിനീന അൽ ബർരി വൽ ഫാജിർ വമൻ വലിയൽ ഖിലാഫ. വസ്സംഉ വത്വാഅ, അനുസരിക്കണം, കേൾക്കണം. ആരെ? ലിൽ അഇമ്മത്തി വഅമീരിൽ മുഅ്മിനീൻ, ഇമാമുമാരെ, മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ. അൽ ബർരി വൽ ഫാജിർ, അത് നന്മ ചെയ്യുന്നവരാകട്ടെ തിന്മ ചെയ്യുന്നവരാകട്ടെ. വമൻ വലിയൽ ഖിലാഫ, ഖിലാഫത്തിന് ആരാണോ വന്നിട്ടുള്ളത് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം. വജ്തമഅ അന്നാസു അലൈഹി, ജനങ്ങളൊക്കെ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. വറദൂ ബിഹി, അദ്ദേഹത്തിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ മത്നിൽ പറയുന്നത് ഖിലാഫത്ത് ഏറ്റെടുത്ത് ജനങ്ങളൊക്കെ അംഗീകരിച്ച ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം, ഖലീഫയായി അംഗീകരിക്കേണ്ടതുണ്ട്. വമൻ അലൈഹിം ബിസ്സൈഫി ഹത്താ സാറ ഖലീഫ, ഒരാൾ ഖലീഫയായി, എങ്ങനെയാണ് ഖലീഫയായത്? അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു നാട് കീഴടക്കി. അങ്ങനെ കീഴടക്കി ഖലീഫയായാൽ പോലും അദ്ദേഹത്തെയും എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. വിശദീകരണം വരും കേട്ടോ. വസുമ്മിയ അമീറൽ മുഅ്മിനീൻ വൽ ഗസ്വു മാദിൻ മഅൽ അമീരി ഇലാ യൗമിൽ ഖിയാമത്തി അൽ ബർരി വൽ ഫാജിർ. നന്മ ചെയ്യുന്ന ഭരണാധികാരിയാകട്ടെ തിന്മ ചെയ്യുന്ന ഭരണാധികാരിയാകട്ടെ, ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാണെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം. ലാ യുത്രകു വഖിസ്മത്തുൽ ഫൈഇ വഇഖാമത്തുൽ ഹുദൂദി ഇലൽ അഇമ്മത്തി മാദിൻ ലൈസ ലിഅഹദിൻ അൻ യത്അന അലൈഹിം വലാ യുനാസിഉഹും. അവരെ ആക്ഷേപിക്കുക, അവരോട് തർക്കിക്കുക. അതേപോലെ തന്നെ ഇമാമിങ്ങളാണ്, ഖലീഫമാരാണ് എന്ത് ചെയ്യേണ്ടത്? നാട്ടിൽ നടക്കുന്ന കുഴപ്പങ്ങൾക്ക് വിധി തീർപ്പാക്കേണ്ടത് അവരാണ്, ശിക്ഷകൾ നടപ്പിലാക്കേണ്ടത് അവരാണ്. എന്നാൽ നമ്മൾ പോയി ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതില് ചില അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ അടിസ്ഥാനം അലൽ മർഇ അസ്സംഉ വത്വാഅതു ലിഉലാത്തിൽ അംരി ഫീമാ അഹബ്ബ വകരിഹ മാ ലം യുഅ്മർ ബിമഅസിയ. ഒരു മുസ്ലിം ഭരണാധികാരി
ആ മുസ്ലിം ഭരണാധികാരി അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഒന്നാമത്തെ അടിസ്ഥാനം. അദ്ദേഹം നന്മ ചെയ്യുന്നവനാകട്ടെ തിന്മ ചെയ്യുന്നവനാകട്ടെ, അദ്ദേഹം തെമ്മാടിയായാൽ പോലും എന്ത് ചെയ്യണം? അദ്ദേഹത്തെ അനുസരിക്കണം. ഏത് വിഷയത്തിൽ? തിന്മയുടെ വിഷയത്തിലല്ല, നന്മയുടെ വിഷയത്തിൽ അദ്ദേഹത്തെ അനുസരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്തിനാണ് അങ്ങനെ തിന്മ ചെയ്യുന്ന ഒരാളെ നമ്മൾ അനുസരിക്കണം എന്ന് ചോദിക്കുന്നുണ്ടാകാം. അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു അമീറില്ലാതെ ജീവിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് വളരെ മോശമായ ഒരു അമീറിന്റെ കീഴിൽ ജീവിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. കാരണം അമീർ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം കുളം തോണ്ടപ്പെടും. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെ ആക്രമിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. പിഞ്ചു കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. നാടിന്റെ സന്തോഷാവസ്ഥ, നാടിന്റെ നിർഭയത്തിന്റെ അവസ്ഥ, ഇതൊക്കെ നഷ്ടപ്പെടും ഒരു ഭരണാധികാരി ഉണ്ടാകാതിരുന്നാൽ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? അവരെ അനുസരിക്കണം എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ തെറ്റിപ്പോയ ആളുകളാണ്: 1 മുഅ്തസിലാക്കൾ, 2 ഖവാരിജികൾ, 3 തക്ഫീറിന്റെ ആളുകൾ, കാഫിറാക്കുന്ന ആളുകൾ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഷയത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്: യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അവിടെ നോക്കിയേ, അത്തീഉല്ലാഹ എന്ന് പറഞ്ഞു. അത്തീഉ എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിക്കുക. വ അത്തീഉർ റസൂല, റസൂലിനെയും അനുസരിക്കണം. പക്ഷേ ഉലുൽ അംറിനെ പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞിട്ടില്ല? അത്തീഉ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവരെ നിരുപാധികമായി അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാമിനോട് പറഞ്ഞത് അതിനോട് യോജിക്കുന്നതിൽ എന്ത് ചെയ്യാം? അവരനുസരിക്കാം. എന്നാൽ അതിനോട് യോജിക്കാത്തതിൽ നമുക്ക് അനുസരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വന്നത്. രണ്ടാമത്തെ അടിസ്ഥാനം എന്നുള്ളത് ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഒരാളെ ധിക്കരിക്കുന്നതിൽ, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ ഒരു അടിമകളെയും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒരാൾ നമ്മളോട് പറയാണ്, ഒരു തിന്മ ചെയ്യാൻ പറയാണ്, അവൻ അനുസരിക്കണം എന്നുണ്ടാവും? ഇല്ല. അത് ആരായാലും അനുസരിക്കേണ്ടതാണ്. മാതാപിതാക്കളായാൽ പോലും അനുസരിക്കേണ്ടതില്ല. കാരണം ആ മാതാവിനെയും പിതാവിനെയും നമുക്ക് തന്നതാരാ? റബ്ബാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ കൽപ്പനക്കാണ് എന്ത്? ഏറ്റവും മുൻപന്തി നമ്മൾ നൽകേണ്ടത്. ഏറ്റവും ആദ്യത്തെ സ്ഥാനം നമ്മൾ നൽകേണ്ടത് അള്ളാഹിന്റെ കൽപ്പനക്കാണ്. അതുകൊണ്ട് തിന്മ കൊണ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ, തിന്മ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും അനുസരിക്കൂല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമാണ് ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ ഒരു മഖ്ലൂക്കിനെയും നമ്മൾ അനുസരിക്കുകയില്ല. അത് എവിടെയായിരുന്നാലും, കോളേജിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും, സമൂഹത്തിലായിരുന്നാലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ അനുസരിക്കുകയില്ല എന്നാണ്. എന്നാൽ അമീറിന്റെ വിഷയത്തിൽ പോലും അമീർ നല്ലതാണ് പറയുന്നതെങ്കിൽ അനുസരിക്കണം, തിന്മയാണ് പറയുന്നതെങ്കിലോ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കും, അത് ചെയ്യുകയില്ല. അതല്ലാത്ത എല്ലാ കാര്യത്തിലും ദൈവം നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. തസ്മഉ വ തുതീഉ ലിൽ അമീർ, നീ അമീറിനെ കേൾക്കുകയും അമീറിനെ അനുസരിക്കുകയും വേണം. വ ഇൻ ളുരിബ ലഹ്റുക്, നിന്റെ മുതുക് അടിച്ചിട്ടുണ്ട് എങ്കിൽ, നിന്റെ മുതുകിന് അമീർ അടിച്ചിട്ടുണ്ടെങ്കിലും ശരി, വ ഉഖിദ മാലുക്, നിന്റെ ധനം എന്ത് ചെയ്തിട്ടുണ്ട്? അമീർ കവർന്നെടുത്തിട്ടുണ്ട് എങ്കിലും ശരി, ഫസ്മ, നീ അമീറിനെ കേൾക്കണം, വ അതി, നീ അദ്ദേഹത്തെ അനുസരിക്കുകയും വേണം. അതായത് അക്രമിയായാൽ പോലും എന്ത് ചെയ്യണം? അദ്ദേഹത്തെ അനുസരിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? നാടിന്റെ നിർഭയത്വത്തിന്റെ അവസ്ഥക്ക് വേണ്ടി. നമ്മൾ ഒരാൾ കാരണം ചിലപ്പോൾ നാടിന് എന്ത് ചെയ്യും? നാടിന്റെ നിർഭയത്വത്തിന്റെ അവസ്ഥ തന്നെ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇന്ന് ഒരുപാട് ആളുകൾ ഇത്തരം അമീറുമാർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സൗദിക്കെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി ഈ സൗദിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇഖ്വാനികളാണ്. മുഹമ്മദ് ബിൻ സൽമാൻ, അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുമാറാകട്ടെ, അദ്ദേഹം അവിടെ ഭരണത്തിന് കയറിയതിനു ശേഷം ഒരുപാട് ഇഖ്വാനികൾ ഉണ്ടായിരുന്നു. ആ ഇഖ്വാനികളൊക്കെ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം എല്ലാ ജാലിയാത്തിൽ നിന്നും അദ്ദേഹം തുടച്ചു മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിനെയും അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. കാരണം ഈ ഇഖ്വാനികൾ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ? ഓരോ ഭരണാധികാരിയെയും ഭരണത്തിൽ നിന്നിറക്കി ആ നാട് എന്ത് ചെയ്യുക? കുട്ടിച്ചോറാക്കുക. സൗദിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ മനസമാധാനമേകുന്ന ഒന്നാണ്. ഇപ്പോഴും അവിടെ തൗഹീദ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവിടെ നടക്കുന്ന ദർസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള അഖീദ, മൻഹജ് വളരെ കൃത്യമായ മൻഹജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുന്നത്തിന്റെ നാടാണ്. ആ സുന്നത്തിന്റെ നാട്ടിൽ വന്നിട്ടാണ് ഒരു ചങ്ങായി നബിദിനത്തിന് എന്ത് ചെയ്തത്? ഇവിടെ വിദ്യാർത്ഥി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. കുറച്ചൊക്കെ ഒരു അന്തമുണ്ടെങ്കിൽ, കുറച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യൂല? ഓനാ പണി ചെയ്യൂല എന്നുള്ളതാണ്.
കാരണം അങ്ങനെ സുന്നത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന നിരന്തരം ബിദഅത്തിനെതിരെ ഖുതുബയിൽ വരെ അവിടെ നബിദിനത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇവിടെ കണ്ടില്ല എല്ലാ ആളുകളും നബിദിനം കഴിക്കുകയാണ്, എല്ലാവരും നബിദിനം ആഘോഷിക്കുകയാണെന്നുള്ളത്. അതായത് സത്യം വളരെ വ്യക്തമാണ്. അതിനെന്തിൻ്റെ ആവശ്യമില്ല? ന്യായീകരണത്തിന്റെ യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ പണിക്ക് നിൽക്കുന്ന എന്തുകൊണ്ടാ? സത്യം അവരുടെ കയ്യിൽ ഇല്ല എന്ന് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സൗദിയെ വിമർശിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാം. കുടുംബത്തിലൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ സൗദിക്കെതിരെ സംസാരിക്കുന്ന, ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്ന, അവരോട് പറഞ്ഞു കൊടുക്കണം അഹ്ലുസുന്നയുടെ അഖീദ ഇതാണ്, എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്കെതിരെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ പരിശോധിച്ച് നോക്ക്, അവിടെയുള്ള ഇൽമിന്റെ അവസ്ഥ പരിശോധിച്ച് നോക്ക്. ഇപ്പോഴും അഹ്ലുസുന്നയുടെ മനഹജിലാണ് പോകുന്നത്. അവിടെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റഹീസ് ഹഫിളുള്ള പറയുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എങ്ങാനും ഈ കാലഘട്ടത്തിൽ വന്നിട്ട് സൗദിയുടെ ഈ അവസ്ഥ കാണാണെങ്കിൽ അദ്ദേഹം അത്ഭുതപ്പെടുമായിരുന്നു എന്ന്. അത്രയും ഉന്നതമായ മനഹജിലും അവസ്ഥയിലുമാണ് ഇപ്പോൾ സൗദി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എന്തല്ല, അങ്ങനെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികളെ അള്ളാഹു സംരക്ഷിക്കുകയും ഉലമാക്കളെ അനുസരിക്കുന്ന, ഉലമാക്കളുടെ കൂടെ നടക്കുന്നവരാണ് അവിടുത്തെ ഭരണാധികാരികൾ. അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് റഹിമഹുള്ള മരണപ്പെട്ട സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ കരയാണ്. അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം വളരെ വികാരഭരിതനായിട്ടാണുള്ളത്. അപ്പോൾ ഉലമാക്കളെ ആദരിക്കുന്ന, ഇൽമിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ഒരു നാടാണ് സൗദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിമർശിക്കുന്ന ആളുകൾ, അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും വേണം. അവരുടെ വിമർശനത്തിന് കൃത്യമായ മറുപടികൾ നമുക്ക് പറയാനും സാധിക്കേണ്ടതുണ്ട്. ഇനി ചില ഉലമാക്കൾ ഈ വിഷയത്തിൽ, അമീർമാരുടെ വിഷയത്തിൽ ഒരുപാട് ഉദ്ധരണികൾ, ഒരുപാട് അസറുകൾ, അവർ ധിക്കാരികളാണെങ്കിലും അവരെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അന്നഹു ഗത്ത റഅസഹു യൗമൻ മിനൽ അയ്യാമി ഫബക, അദ്ദേഹം മുഖം ഇങ്ങനെ പൊത്തിയിട്ട് അദ്ദേഹം കരയാൻ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖീല ലഹു മാ യുബ്കീക്, താങ്കൾ എന്തിനാണ് കരയുന്നത്? അപ്പൊ അദ്ദേഹം പറയാൻ, ഇന്നമാ അഖാഫു അലൈക്കും മിൻ ഖിബലി റുഅസാഇക്കും, നിങ്ങളുടെ റഈസന്മാരുടെ വിഷയത്തിലാണ് ഞാൻ ഭയപ്പെടുന്നത്. അല്ലദീന ഇദാ ഉമിറു ബിതാഅത്തില്ലാഹി ഉതീഉ, അവർ എന്തെങ്കിലും നന്മ കൽപ്പിച്ചാൽ നിങ്ങൾ അനുസരിക്കും. വഇദാ ഉമിറു ബിമഅസിയത്തില്ലാഹി ഉതീഉ, തിന്മ കൽപ്പിക്കുക അതും എന്ത് ചെയ്യും, അനുസരിക്കും. അതെന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ തിന്മക്ക് എന്ത് ചെയ്യൂല, നമ്മൾ ഏത് അമീർ പറഞ്ഞാലും നമ്മൾ അനുസരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. സലഫുകളിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ ഇത്തരം വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സലഫി ഉലമാക്കളും അതേപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വിഷയമാണ് തജിബു ത്വാഅത്തുഹു, അവരനുസരിക്കൽ നിർബന്ധമാണ്. ഇത് ആർക്കുള്ള മറുപടിയാണ്? ഖവാരിജികൾക്കുള്ള മറുപടിയാണ്. ഖവാരിജ് എന്താ പറഞ്ഞത്? പുറപ്പെടണം എന്നാണ്, അമീറിനെതിരെ പുറപ്പെടണം. ഇല്ലാ ഫീ മാസിയത്തില്ല, എന്നാൽ തിന്മയുടെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അനുസരിക്കാൻ പറ്റൂല. ഇതാണ് പറഞ്ഞത് അഹ്ലുസുന്നയുടെ നിലപാട് വസത്താണ്, മധ്യമ നിലപാടാണ്, എക്സ്ട്രീം അല്ല അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പറയാനുള്ള കാരണം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും അമീറുമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ അദ്ദുആഉ ലിസ്സുൽത്താനി ബിസ്സലാഹി വൽ ഹിദായ, അദ്ദേഹത്തിന് സ്വലാഹ് ഉണ്ടാകണം, ഹിദായത്ത് ഉണ്ടാകണം, സുഹൃതങ്ങൾ ഉണ്ടാകണം, നന്മകൾ ഉണ്ടാകണം എന്നിങ്ങനെ അമീറുമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. കാരണം അമീറുമാർക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുള്ള ഉപകാരം എന്താ? അമീർ നന്നായാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തിന്റെ നാടിലുള്ള ആളുകൾക്കൊക്കെ നന്മകൾ വിതറും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നന്മക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടല്ല, അദ്ദേഹം നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സലഫുകൾ ഈ വിഷയത്തിൽ ഒരുപാട് ഉദ്ധരണികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കുറിച്ച് പറയാറുള്ളത്, ലൗ കാന ലനാ ദഅവത്തുൻ മുസ്തജാബ ലസറഫ്നാഹാ ലിസ്സുൽത്താൻ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയാണ്, അതായത് നമുക്ക് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന, അള്ളാഹു ഒരു പ്രാർത്ഥന തരികയാണ്, എന്തായാലും സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഭരണാധികാരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. കാരണം ഭരണാധികാരി നന്നായി കഴിഞ്ഞാൽ നാട് മൊത്തം നന്നാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതോടൊപ്പം അടുത്തൊരു കായികയാണ്, ഭരണാധികാരികൾ എന്ത് ചെയ്യണം, നസീഹത്ത് ചെയ്യണം. അവർ രഹസ്യമായിട്ട് നന്മകളും തിന്മകളൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ ആരാണ്? അതിനർഹരായ ഉലമാക്കളാണ് എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. അത്രയും ഉന്നതമായ സ്ഥാനങ്ങളിലെ ഉലമാക്കൾ എന്ത് ചെയ്യും, അത് ചെയ്യും എന്നുള്ളത്. സൗദിയിലെ എല്ലാ ഉലമാക്കളും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർവഹിച്ച് പോരുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് അസൂയ പൂണ്ടുകൊണ്ട് സൗദി ഉലമാക്കളെ വെറുപ്പ് കാരണത്താൽ എന്ത് ചെയ്യാണ്, കൊട്ടാര പണ്ഡിതന്മാരാണ് എന്നിങ്ങനെ ഒരു സത്യസന്ധതയും ഇല്ലാത്ത വിമർശനങ്ങൾ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത മത്തിനിലേക്ക് പ്രവേശിക്കുകയാണ്. ഒമൻ ഖറജ അല ഇമാമിൻ അഫ്വൻ,
وَدَفْعُ الصَّدَقَاتِ إِلَيْهِمْ جَائِزَةٌ نَافِذَةٌ مَنْ دَفَعَهَا إِلَيْهِمْ أَجْزَأَتْ عَنْهُ بَرًّا كَانَ فَاجِرًا. അതിൽ 29-ാമത്തേതിൽ പറയുന്നത് അമീർ യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം. 30-ാമത്തേതിൽ പറയുന്നത് വഖിസ്മത്തുൽ ഫൈഇ വഇഖാമത്തുൽ ഹുദൂദ്. ഖിസ്മത്തുൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധാർജിത സ്വത്തുക്കൾ, യുദ്ധാർജിത സ്വത്തും അതിൽ ഉൾപ്പെടും. അതേപോലെ തന്നെ യുദ്ധം ചെയ്യാതെ ലഭിച്ച സ്വത്ത്, അതൊക്കെ എന്ത് ചെയ്യും? ഫൈയിൽ ഉൾപ്പെടും. ഫൈന് ഒരുപാട് വിശദീകരണങ്ങൾ ഫൈന് നൽകപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് അനന്തരാവകാശികളില്ല എങ്കിൽ അത് ഏതിലേക്കാ വരിക? ഈ പറയുന്ന ബൈത്തുൽ മാലിലേക്കാണ് വരിക. ഈ ബൈത്തുൽ മാലിലുള്ള ധനം ഒരു ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റൂല? ഉപയോഗിക്കാൻ പറ്റൂല. മറിച്ച് മുസ്ലിങ്ങളുടെ പൊതു നന്മക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് തക്സീം ചെയ്യേണ്ടത്, അത് വീതിക്കേണ്ടത്. ഇഖാമത്തുൽ ഹുദൂദ്, ഹദ്ദുകൾ, ശിക്ഷകൾ നടപ്പിലാക്കേണ്ടത് ഇലൽ അഇമ്മ, അത് ആർക്കുള്ളതാണ്? ഇമാമുമാർക്കുള്ളതാണ്. മാദിൻ ലൈസ ലി അഹദിൻ അൻ യതഅന അലൈഹിം, ഒരാളും അവരെന്ത് ചെയ്യാൻ പാടില്ല? വിമർശിക്കാൻ പാടില്ല. വലാ യുനാസിഉഹും, അതിനോട് മുനാസഅത്ത് ചെയ്യാം. അതിനോട് മുനാസഅത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ തന്നെ ശിക്ഷ നടപ്പിലാക്കുക. നമ്മൾ തന്നെ ശിക്ഷ നടപ്പിലാക്കി എന്താ ഉണ്ടാകുക? നാട്ടിൽ കുഴപ്പങ്ങൾ വർദ്ധിക്കും, നാട്ടിൽ ഫൗള ഉണ്ടാകും, നാട്ടിൽ സമാധാനം നഷ്ടപ്പെടും. അടുത്തത് വദഫ്ഉ സദഖാതി ഇലൈഹിം ജായിസത്തുൻ നാഫിദ. സ്വതക്കകളൊക്കെ ആർക്കാ കൊടുക്കുക? അമീറിനെ കൊടുക്കുക. അമീർ ഒരാളെ ഏൽപ്പിക്കും, സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ശേഖരിക്കാൻ വേണ്ടി ഏൽപ്പിക്കും. ആ സക്കാത്ത് ശേഖരിച്ചുകൊണ്ട് എല്ലാം അമീറിന് കൊടുക്കും. അമീർ ആർക്കാണോ അത് കൊടുക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്യും? അത് വീതിച്ചു കൊടുക്കും. മൻ ദഫഅഹ ഇലൈഹിം, ആരെങ്കിലും അമീറുമാർക്ക് അങ്ങനെ സക്കാത്തുകൾ എത്തിച്ചു കൊടുത്താൽ അജ്സഅത് അൻഹു, അവനിൽ നിന്ന് ആ സക്കാത്ത് വീടിയിട്ടുണ്ട്. ബർറൻ കാന ഔ ഫാജിറൻ, ഇനി ആ അമീർ തെമ്മാടിയാകട്ടെ നല്ലവനാകട്ടെ. വസലാത്തുൽ ജുമുഅത്തി ഖൽഫഹു വഖൽഫ മൻ വല്ലാഹു, ജുമുഅ നിസ്കാരം അദ്ദേഹത്തിന്റെ പിന്നിലും അദ്ദേഹം ആരെയാണോ വലിയായി നിർത്തുന്നത്, അദ്ദേഹത്തിന്റെ പകരമായി നിർത്തുന്നത്, അവരുടെ പിന്നിലും എന്ത് ചെയ്യാം? അവരുടെ പിന്നിലും നിസ്കാരം, ആ നിസ്കാരം സ്വീകാര്യാണെന്നുള്ളതാണ്. ജായിസത്താണ്. ബാഖിയത്തുൻ താമത്തും റക്അത്തൈൻ, അത് 2 റക്അത്ത് പൂർണ്ണമാണെന്നാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇത്തരം ഖലീഫമാർക്ക് പിന്നിൽ നിസ്കരിച്ചാൽ എന്താകൂല? നിസ്കാരം ശരിയാകൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ സാഹിബു ബിദ്അയാണ്, ബിദ്അത്തിന്റെ ആളുകളാണ് അവർ. സ്വഹാബാക്കളുടെ അവസ്ഥകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരം ആളുകളുടെ പിന്നിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഖവാരിജുകൾക്ക് പിന്നിൽ വരെ നിസ്കരിക്കുന്ന അവസ്ഥകൾ സ്വഹാബാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ നിസ്കരിച്ചിട്ടുണ്ട്. അത് നിസ്കരിക്കണമെന്നാണ് അഹ്ലുസുന്നയുടെ അഖീദ. അവിടെ നമ്മൾ നോക്കിയ ഖവാരിജുകൾക്ക് പിന്നിൽ വരെ നിസ്കരിച്ചത് ഒരു മസ്ലഹത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്താണ്? നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല എന്ന വലിയ തത്വം മുന്നിൽ കണ്ടുകൊണ്ട്. അടുത്തത് മൻ അആദഹുമാ ഫഹുവ മുബ്തദിഉൻ താരികുൻ ലിൽ ആസാർ, ആരെങ്കിലും ആ നിസ്കാരം വീടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം? ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഫഹുവ മുബ്തദിഉൻ, അവൻ ആരാണ്? ബിദ്അത്തുകാരനാണ്. താരികുൻ ലിൽ ആസാർ, ആസാറുകളെ, ഹദീസുകളൊക്കെ ഒഴിവാക്കിയവനാണ് അവൻ. മുഖാലിഫുൻ ലിസ്സുന്ന, സുന്നത്തിനെതിരാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈസ ലഹു മിൻ ഫദ്ലിൽ ജുമുഅത്തി ഷൈഉൻ, ജുമുഅയുടെ പ്രാധാന്യത്തിൽ അവൻ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല. ഇദാ ലം യറ സ്വലാത്ത ഖൽഫൽ അഇമ്മതി മൻ കാനൂ ബർരിഹിം വഫാജിരിഹിം, ഭരണാധികാരി നന്മ ചെയ്യുന്ന ആളാകട്ടെ തിന്മ ചെയ്യുന്ന ആളാകട്ടെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അവൻ സുന്നത്തിനെതിരാണ്, ബിദ്അത്തിന്റെ ആളാണ്. ജുമുഅയുടെ യാതൊരു പ്രാധാന്യവും അവന് ലഭിച്ചിട്ടില്ല എന്നാണ്. ഫസ്സുന്നത്തു, സുന്നത്ത് എന്നാൽ ബി അൻ യുസല്ലിയ മഅഹും റക്അതൈനി, 2 റക്അത്ത് നിസ്കരിക്കലാണ്. വയദീന ബി അന്നഹ താമ്മ, എന്നിട്ട് വിശ്വസിക്കണം അതെന്താണ്? പൂർണ്ണമാണ് എന്ന് വിശ്വസിക്കണം. ലാ യകുൻ ഫീ സദ്രിക മിൻ ദാലിക ശക്കുൻ, നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം പോലും നിനക്ക് ഉണ്ടാകരുത് എന്നാണ്. ആ വിഷയത്തിൽ ഒരു സംശയം പോലും നിനക്ക് ഉണ്ടാകാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൽ വലീദ് ഇബ്നു ഉഖ്ബ എന്ന് പറയുന്ന ഷാരിബുൽ ഖംർ, അദ്ദേഹം കള്ളു കുടിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കളിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് വമൻ ഖറജ അലാ ഇമാമിൻ മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിയങ്ങൾക്കെതിരെ ആരെങ്കിലും പുറപ്പെട്ടാൽ വഖദ് കാന അന്നാസു ഇജ്തമഉ അലൈഹി വഅഖറു ലഹു ബിൽ ഖിലാഫ, ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ബി അയ്യി വജ്ഹിൻ കാന, ഖിലാഫത്തിലേക്ക് എങ്ങനെ എത്തിയാലും ശരി. ബിർറിളാ ഔ ബിൽ ഗലബ, ഒന്നുകിൽ തൃപ്തിപ്പെട്ടുകൊണ്ടാണ്, അതായത് തെരഞ്ഞെടുത്തു, അദ്ദേഹമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്, അതല്ലെങ്കിൽ ഗലബത്താണ്, അതിജയിച്ച് വന്നതാണ്, അതിജയിച്ച് അദ്ദേഹം കീഴടക്കിയതാണ്. കീഴടക്കിയാൽ പോലും എന്ത് ചെയ്യണം? അദ്ദേഹത്തെ
അനുസരിക്കണം എന്നുള്ളതാണ്. ഫഖദ് ശഖ്ക ഹാദൽ ഖാരിജു അസൽ മുസ്ലിമീൻ وخالف الآثار عن رسول الله صلى الله عليه وسلم فإن مات الخارج عليه مات ميتة جاهلية. ഒരാൾ അയിമ്മത്തിനെതിരെ ഇമാമിനെതിരെ പുറപ്പെട്ടാൽ അവൻ മുസ്ലിമീങ്ങളുടെ ഐക്യത്തെയാണ് അവൻ തകർക്കുന്നത്. അവൻ റസൂലിന്റെ സുന്നത്തിനോട് എതിരാവുകയാണ് ചെയ്യുന്നത്. അതേ രൂപത്തിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജാഹിലിയത്തിന്റെ മരണമാണ് അവൻ മരിക്കാന്ന്. ജാഹിലിയത്തിന്റെ മരണം എന്ന് പറയുമ്പോൾ അവിശ്വാസി ആയിക്കൊണ്ട് എന്നല്ല, മറിച്ച് ജാഹിലിയത്തിന്റെ സ്വഭാവം ഉള്ളവനായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ജാഹിലിയാക്കൾ എന്ത് ചെയ്യൂല, അവർ അമീറുമാരെ അംഗീകരിക്കുകയില്ല എന്ന്. അവർ അമീറുമാരെ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അവർ പല ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഹദീസിൽ എന്ത് പറഞ്ഞത്, ജാഹിലിയത്തിലെ മരണമാണ് മരിക്കാന്ന്. ജാഹിലിയാക്കൾ അമീറിനെ അംഗീകരിച്ചിരുന്നില്ല. അടുത്തത് വലാ യഹില്ലു ഖിതാലു സുൽത്താനി വലൽ ഖുറൂജു അലൈഹി ലി അഹദിൻ മിനൻ നാസ്. ജനങ്ങളിൽ ആർക്കും സുൽത്താനിനോട് പോരാടുക, അതല്ലെങ്കിൽ അവർക്കെതിരെ തിരിയുക എന്നത് അനുവദനീയമല്ല. ഫമൻ ഫഅല ദാലിക ഫഹുവ മുബ്തദിഉൻ. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ മുബ്തദിഅൻ, അവൻ ബിദ്അത്തുകാരനാണ്. അലാ ഗൈരി സുന്നതി വത്തരീഖ്, യഥാർത്ഥ വഴിയിലൂടെയെല്ലാം അവൻ പോകുന്നത്. ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്, ഒരുപാട് ഷർത്തുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഷർത്തുകൾ ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലുണ്ട്. അതുമാത്രമല്ല, ഒരു ഖിലാഫത്തിനെതിരെ പുറപ്പെടണമെങ്കിൽ പോലും കൃത്യമായ ശുറൂത്തുകൾ എന്ത് ചെയ്യണം, പാലിക്കപ്പെടണം. കൃത്യമായ ശുറൂത്തുകൾ പാലിക്കപ്പെടണം. ഒന്ന്, അദ്ദേഹം വ്യക്തമായ കുഫ്ർ ചെയ്യുന്ന ആളാകണം. ഒരു ഇമാമിനെതിരെ തിരിയണമെങ്കിൽ വ്യക്തമായ കുഫ്ർ ചെയ്യുന്ന ആളാകണം, ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത്, പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പുറപ്പെട്ട ആളുകളുടെ വിഭാഗത്തിൽ നിന്ന് കുട്ടികൾ മരണപ്പെടാൻ പാടില്ല, രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ അതിലൂടെ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇല്ലാതാകണം. എങ്കിൽ മാത്രമേ പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, പുറപ്പെടണ്ട എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ മൻഹജായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖിതാലുൽ ലുസൂസി വൽ ഖവാരിജി ജായിസുൻ. കള്ളന്മാരെയും അതേപോലെ തന്നെ ഖവാരിജുകളോടും യുദ്ധം ചെയ്യുക എന്നത് അനുവദനീയമാണ്.